വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണ്. വേദപുസ്തകമുള്ള ആളുകൾ വേദപുസ്തകം തുറന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. 1-2 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നു. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശീകരണത്തിന് ശേഷം ഏകദേശം 50ഓളം നാളുകൾ ഈ ഉലകത്തിൽ ശിഷ്യന്മാരോട് കൂടെ തർക്കിച്ചും വാദിച്ചും പേടിച്ച് കഥകടച്ചിരിക്കുന്ന ആളുകളുടെ നടുവിൽ നിരവധി ആവർത്തികൾ എൻ്റെ യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ 12 ശിഷ്യന്മാർ കഥകടച്ച് ഭയചകിതരായിരിക്കുമ്പോൾ കഥക് തുറക്കാതെ അതിനകത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനമെന്നരുളി ചെയ്ത് ഒരിക്കൽ എമ്മൗസിലേക്ക് കടന്നു പോകുന്ന 2 ആളുകൾ തർക്കിച്ചും വാദിച്ചും യെരുശലേമിലെ സംഭവങ്ങളെക്കുറിച്ച്, സംഭവ പരമ്പരകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അളവിൽ യേശു താനും അവരോട് ചേർന്ന് അവരോട് കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. വചനത്തിൻ്റെ പ്രത്യേകത, വചനം കത്തിക്കുന്ന വചനമാണ്. ഇന്ന് രാത്രി ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് നേരെ പിശാച് ഉയർത്തി വിടുന്നതിനെ മുഴുവൻ കത്തിച്ച് കളയാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നിനക്കെതിരെ പതിയിരിക്കുന്ന ആഭിചാരങ്ങളെ, നിന്റെ കുടുംബത്തിനെതിരെ പതിയിരിക്കുന്ന മന്ത്രവാദ ശക്തികളെ ഇന്ന് രാത്രി കത്തിച്ചു കളയാൻ ശക്തിയുള്ള ദൈവത്തിൻ വചനം ഒരു തീ പോലെ ഇതിനകത്ത് കത്തിപ്പിടിക്കാൻ പോകുകയാ. അറിയുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അന്യഭാഷ ആദരത്തിൽ എടുക്കുന്നില്ലേ? ഇന്ന് രാത്രി നീ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യനോടല്ല കേട്ടോ, മനുഷ്യനെ മനസ്സിലാകാനല്ല, മനുഷ്യനെ തിരിച്ചറിയാനല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അന്യഭാഷ പറയുന്നത് ദൈവത്തിന്റെ രാജ്യത്തോട്, ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് അന്യഭാഷ പറഞ്ഞു ഉയർത്തുന്നത്. ഈ രാത്രി ആധാരത്തിൽ അന്യഭാഷയുള്ള ദൈവത്തിന്റെ മക്കൾ ഈ രാത്രി മൗനമായിരിക്കരുത് കേട്ടോ. അന്യഭാഷ ഇന്ന് രാത്രി സംസാരിച്ചു തുടങ്ങുമ്പോൾ ചില കെട്ടുകൾ അടിയുന്ന രാത്രിയാണ്. ചില പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിച്ചു കളയേണ്ടതിന് ദൈവത്തിന്റെ പവർ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രി കാണുകയാ. അങ്ങനെ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ഹൃദയം എങ്ങനെ കത്തിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഞാനൊരിക്കൽ പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോൾ ഒരമ്മച്ചി ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, പ്രസംഗമൊക്കെ സുന്ദരമായിരുന്നു, പക്ഷേ പ്രസംഗത്തിന്റെ ഇടയ്ക്കൊരു ഭാഷ പറഞ്ഞില്ലേ, അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് അമ്മച്ചിയോട് പറഞ്ഞല്ല, അത് ദൈവത്തോട് പറഞ്ഞ ഒരാമയും പറഞ്ഞില്ല. നമ്മൾ അന്യഭാഷ പറയുന്ന ചിന്നമ്മാമ കേൾക്കാനല്ല, കർത്താവിനോട് പറയുന്ന ഭാഷയാ. അത് തന്റെ ഇടത്തോടെ ഏത് സ്ഥലത്തും പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾക്ക് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചരിത്ര ഭാഗം വിവേചിച്ച് കേൾപ്പിക്കാൻ തുടങ്ങുക. നിങ്ങളൊന്ന് കേട്ടോളുക. അങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലിവുമലയിൽ നിന്ന് അവന്റെ പാദം ഇങ്ങനെ പറഞ്ഞു പൊങ്ങുമ്പോൾ കണ്ടുനിന്ന കണ്ണ് ചിമ്മിയടയ്ക്കാതെ ശിഷ്യവൃന്ദമൊക്കെ ആകാശഗംഗ ഗാലക്സിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ കാത്തിരിക്കണം. ഞാൻ പോയ ശേഷം കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഒരാമിൻ മറന്നേ. ഇന്ന് രാത്രി പാറശാലയിൽ കാത്തിരിക്കുന്ന ചില ആളുകളുടെ മേൽ ആത്മാവ് ഇറങ്ങി വരും. ആത്മാവ് വന്നാൽ നിന്റെ സ്ഥിതി മാറും. ആത്മാവ് വന്നാൽ നിന്റെ അവസ്ഥ മാറും. അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി പെന്തക്കോസ്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അതറിയുന്ന ദൈവമക്കൾ ആ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ.
നമുക്ക് മറ്റൊരു വ്യത്യാസവും നമുക്കില്ല. ഭാരതത്തിൽ ഈ ശക്തി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? പണ്ഡിറ്റ് രമാഭായി എന്നറിയപ്പെടുന്ന ചിപ്പവ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, വിവാഹം കഴിക്കാത്തൊരു സഹോദരി, ചിപ്പവ ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ഐത്തം പാലിച്ചു കഴിയുന്ന ആ സഹോദരി പണ്ഡിറ്റ് രമാഭായി, അദ്ദേഹത്തിന്റെ പേര് രമാഭായി എന്നാണ്. നമ്മുടെ മഹാഭാരതം, നമ്മുടെ രാജ്യം ആ സ്ത്രീക്ക് പണ്ഡിറ്റ് എന്ന നാമം നൽകിയവരെ നമ്മുടെ രാജ്യം ആദരിച്ചു. പത്മശ്രീ നൽകി ആ സ്ത്രീയെ ആദരിച്ചു. എന്താ സംഭവിച്ചെന്നറിയണ്ടേ? നമ്മെ കളിയാക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാ ചാട്ടമാ, എന്നാ ബഹളമാ, അതെന്നാന്നറിയാമോ? ഞങ്ങളുടെ അകത്തൊരാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ താനിങ്ങനെ വിശന്നു പൊരിയുമ്പോൾ, അന്ന് ഐത്തമുള്ള കാലം, അന്നും ഇന്നുമൊക്കെ ഐത്തമുള്ള കാലം, ഐത്തം ഇങ്ങനെ കൊടിമ്പിരി കൊണ്ട് നിന്ന് പോകുന്ന വാണരുളുന്ന കാലം, ആ കാലത്തിനകത്ത് അവർക്ക് മറ്റൊരു മതസ്ഥന്റെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളിന്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിക്കടിക്കാൻ കഴിയുന്നില്ല. നീണ്ട ദിവസമായി ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ ഈ സ്ത്രീ ഇങ്ങനെ വല്ലാതെ ഞെരുങ്ങി മുന്നോട്ട് പോകുകയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് എന്ന് വിശന്ന് അങ്ങേ അറ്റമാകുമ്പോൾ ഒരാള് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു. താൻ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവത്തിന് അയത്തമുണ്ടോ? ദൈവത്തിന് തൊട്ടുകൂടായ്മയുണ്ടോ? ദൈവത്തിന് ഇഷ്ടമില്ലായ്മയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിനകത്ത് കണ്ടത് ഒരൈത്തവും ഇല്ലാത്തൊരു ദൈവത്തെ പരിചയപ്പെട്ടു. കൈ ഉയർത്തി ഒരാമീൻ പറയാമോ? ഇന്ന് രാത്രി ഞങ്ങൾ ഈ ശബ്ദവീതിയിലൂടെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് ഒരൈത്തവുമില്ല, ഞങ്ങളുടെ ദൈവത്തിന് ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ദൈവം സ്നേഹനിധിയാണ്. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് ഒരച്ചൊരാമീൻ പറഞ്ഞേ. അങ്ങനെ പണ്ഡിറ്റ് രമാഭായി താൻ ഒരിക്കൽ പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയെ കുറിച്ച് കേട്ടു. അങ്ങനെ ദൈവശക്തിയെ കുറിച്ച് കേട്ട് താനും തൻ്റെ കൂടെ അന്ന് ഭർത്താവ് മരിക്കുന്ന അതേ ചിതയിൽ ഭാര്യ ചാടി മരിക്കണം, സതിസമ്പ്രദായം നിലനിൽക്കുന്നൊരു കാലമാണ്. ആ കാലത്ത് ചെറിയ പെൺകുട്ടികളെയൊക്കെ എടുത്ത് തന്റെ ആശ്രമത്തിൽ താൻ പരിപാലിക്കുമായിരുന്നു. ഇങ്ങനെ ഓടിപ്പോയ കുട്ടികളെ പരിപാലിക്കുന്ന കാലം. അവരൊരുമിച്ച് ചേർന്ന് പുതിയ നിയമം വായിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണ്ഡിറ്റ് രമാഭായിയും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ കുഞ്ഞുങ്ങളും അന്തേവാസികളും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയണ്ടേ? പ്രാർത്ഥന ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകാൻ തുടങ്ങി. പണ്ഡിറ്റ് രമാഭായിയുടെ അതിരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ആ ബിൽഡിംഗ് മുഴുവൻ തീ കത്തുന്നത് പോലെ നാട്ടുകാർക്ക് തോന്നി. കൽക്കട്ടയിലുള്ള ആളുകൾ പറഞ്ഞു, പണ്ഡിറ്റ് രമാഭായിയുടെ മിഷൻ ഫീൽഡിന് തീ പിടിച്ചു. ആളുകൾ വന്ന് നോക്കുമ്പോൾ 100ഓളം കുട്ടികളും പണ്ഡിറ്റ് രമാഭായിയും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഒന്ന് കൈയടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിക്കുമോ? പാറശാലയിലുള്ള ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി നാം ഇവിടെ ആരാധിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകത്തക്ക പോലെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്ക്, ദൈവത്തിന്റെ കൃപയ്ക്ക് സ്തോത്രം. അഭിഷക്തന്മാരെ, കർത്തൃദാസന്മാരെ, നമ്മെ വ്യത്യസ്തമാക്കുന്ന ആകെ ഒരു കാര്യം അഭിഷേകമാണ്. ഒരാമീൻ മറന്നില്ല. നമ്മെ വ്യത്യസ്തരാക്കുന്നത് അഭിഷേകമാണ്. ഈ കാണുന്ന ഇൻസ്ട്രുമെന്റോ നമ്മുടെ വസ്ത്രധാരണമോ നമ്മുടെ മീശയില്ലായ്മയോ ഒന്നുമല്ല നമ്മെ വ്യത്യസ്തരാക്കുന്നത്. നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവറാണ്. അതുകൊണ്ട് അഭിഷേകം അടക്കി വെക്കരുത്. സ്ഥലകാല പരിധികൾക്ക് മുകളിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശക്തി കണ്ട് അവനെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അവന് കൊടുക്കുന്ന മഹത്വത്തിന് ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോകുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം എന്ന ദൈവത്തിന്റെ വചനത്തിലുള്ളതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ അധരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ചില ആളുകളെ ദൈവം വിടുവിക്കാൻ പോകുക. ചില ബന്ധനങ്ങളെ അടിച്ചുവിടാൻ പോകുക. നിന്റെ കുടുംബത്തെ കെട്ടിവെച്ച പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ചു കളയാൻ തുടങ്ങുകയാ. അങ്ങനെ ഒലിവുമലയിൽ നിന്ന് യേശുവിന്റെ പാദം പറഞ്ഞു പൊങ്ങുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ശിഷ്യബന്ധത്തോട് പറഞ്ഞു, യെരുശലേമിൽ കാത്തിരിക്കണം,
നിങ്ങളുടെ മേൽ ശക്തി വരും. ഉറച്ചൊരാമീൻ പറഞ്ഞില്ല. ഇന്ന് രാത്രി കാത്തിരിക്കുന്ന ചില ആളുകളുടെ മേൽ ശക്തി വ്യാപരിക്കാൻ പോവാ. എന്താണ് ശക്തി എന്ന് നിങ്ങൾക്കറിയാമോ? ഇതല്ല ശക്തി, ഇതൊരു ശക്തിയാണ്. ഇന്ന് സ്കൂളുകൾക്ക് അവധിയായിരുന്നല്ലേ പാസ്റ്ററെ? ആയിരുന്നു ഇവിടുത്തെ? അറിയില്ല. ട്രിവ അവധിയായിരുന്നു, സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ആര് പറഞ്ഞ അവധിയാന്ന്? കളക്ടർ പറഞ്ഞു അല്ലേ? കളക്ടറിന്റെ വസതി ഇരുന്ന് പറഞ്ഞു ഇന്ന് ഇവിടുത്തെ പട്ടണത്തിൽ അവധിയാണ്. നമുക്കെല്ലാം അവധിയായിരുന്നു, പിള്ളേർക്കല്ല. അതെന്നാ ഞാൻ നാളെ അവധിയാന്ന് പറഞ്ഞാൽ അവധിയാവത്തില്ല. അതെന്നാ? എനിക്ക് അധികാരമില്ല. ഒരാമയും പറഞ്ഞില്ല. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ സ്കൂളുകൾക്ക് അവധി കിട്ടത്തില്ല, കളക്ടർ പറഞ്ഞ അവധി കിട്ടും. അതെന്നാ? അതിൻ്റെ പേരാണ് അധികാരം. ഇന്ന് രാത്രി ചില അധികാരം കൈമാറാൻ പോവാ. പ്രാർത്ഥിക്കുന്ന ചില ആളുകൾക്ക് അധികാരം കൈമാറാൻ പോവാ. ആരാധിക്കുന്ന ചില ആളുകൾക്ക് അധികാരം കൈമാറാൻ പോവുകയാ. എന്തിൻ്റെയൊക്കെ അധികാരം? പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അക്കരമടിച്ച് അന്യഭാഷകൾ പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നിന്റെ കുടുംബത്തെ ചവിട്ടി മതിച്ച് നിന്റെ മക്കളെ ഇല്ലായ്മയാക്കിയ സകല ആധിപത്യങ്ങളെ, ചങ്ങലകളെയോ ചവിട്ടി മെതിക്കാനുള്ള ബലം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുക. സ്നേഹിതരെ, ഇന്ന് രാവിലത്തെ യോഗത്തിലൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പകരം മറ്റൊരു കർത്തൃദാസനാ ഇന്ന് രാവിലെ പ്രസംഗിച്ചത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് കൂടാഞ്ഞേ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളീ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. ഗൂഗിള് വഴി ഞങ്ങളെ തെറ്റിച്ചു. ഒരു വഴിയില്ലാത്തൊരു സ്ഥലത്തൂടെ ഞങ്ങൾ പോയി. വണ്ടി ഒരു കുഴിക്കകത്ത് ചെന്ന് ചാടി. വണ്ടിയുടെ ഹൗസിംഗ് ഒക്കെ ഇടിച്ചു. മുന്നോട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റുകയില്ല. ആ ഒരവസ്ഥയെ ഞങ്ങൾ നിൽക്കുക. വണ്ടിക്കകത്തിരുന്നവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഇറങ്ങിയപ്പോഴേ അറിയാം എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട്. ഞങ്ങൾ ചെന്ന സ്ഥലം ഏതാണെന്നറിയോ? ആ സ്ഥലം ഒന്ന് പറയാം. ഞങ്ങൾ ചെന്നപ്പോൾ അവർ കരയാനൊക്കെ തുടങ്ങി. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടുത്തെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഒരു വല്ലായ്മയുണ്ടാകും. രാത്രിയാകുമ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടും. ആ വീട്ടിൽ ആൾ വിടിരിപ്പുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജത്തിക്ക് ഒരാളെ വീടിനകത്ത് കണ്ട് ഭ്രാന്തായിപ്പോയി. അദ്ദേഹത്തിൻ്റെ 24 ദിവസം ജലപാനം പോലും കഴിക്കാതെ, ഓർമ്മയില്ലാതെ ആ പെൺകുട്ടി വീടിനകത്ത് മാത്രം കഴിഞ്ഞു. മനോരോഗമായി പോയി. അദ്ദേഹത്തിൻ്റെ മകൾക്കങ്ങനെ പ്രശ്നമായി. അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് പ്രശ്നമായി. വീട് മുഴുവൻ വല്ലാത്ത പ്രശ്നമായി. എന്തു പറ്റിയെന്നറിയാമോ? പിശാച് ആ കുടുംബത്തെ കൊന്നുമുടിക്കാൻ കയറി വന്നതാ. പക്ഷെ അധികാരമുള്ളവൻ ചെല്ലുമ്പോ എല്ലാ ശക്തിയും നിന്റെ മുമ്പിൽ മാറുവെന്ന ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അഭിഷേകമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ഒരു പാട്ടുകൊണ്ട് ഒതുക്കല്ല, ഒരാരാധന കൊണ്ട് ഒതുക്കരുത്. ഈ പാറശാലയുടെ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ അടിച്ചു തകർത്തുകളയാൻ ചില ആളുകളുടെ മേൽ അധികാരം കൈമാറാൻ പോകുകയാ. ഇന്ന് രാത്രിയിലത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കർത്തൃദാസന്മാരുടെ മേൽ, ചില ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രി അധികാരം കൈമാറാൻ പോകുകയാ. ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ ഒന്ന് വിളിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്ത് ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞേക്കാ. ആ കുടുംബം എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമായി. 2.5 വർഷങ്ങൾക്ക് മുമ്പ് അവർ വരുമ്പോൾ ഇതാണ് അവരുടെ വീടിന്റെ അവസ്ഥ. ബാക്കിയൂടെ കേട്ടോളുക. അവരൊരു വീടിന് അടിസ്ഥാനമിട്ടു. 4.5 വർഷമായിട്ട് വീട് നിശ്ചലമായി പോയി. സഹോദരിയെ കൊണ്ടുപോകാൻ സ്ഥലമില്ല. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഇന്ന് ചെന്ന് കയറി കണ്ടത് അവരുടെ വീടിന്റെ അടിസ്ഥാനമല്ല, മനോഹരമാ നാട്ടിലെ ഏറ്റവും ഊറ്റൻ വീട് പണിത് സന്തോഷത്തോടെ ഇവിടെ പാർക്കുന്നതാ കണ്ടത്. ആ അമ്മ ഇറങ്ങി വന്നു പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ എന്നവിടെ കാല് വെച്ചോ അന്ന് എന്റെ വീട്ടിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് രാത്രി പന്തലിൽ വന്ന നിന്നോട് കർത്താവ് ദൂത് പറയുക, നിന്നെ തകർത്തു കളയാൻ വ്യാപരിച്ച ആധിപത്യങ്ങൾക്ക് നടുവിൽ ഇന്ന് രാത്രി ഒരു അധികാരം പാഞ്ഞിറങ്ങുക. കയ്യടി
കൈയടിച്ചൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? കൈയടിച്ച് ഇന്ന് രാത്രി അധികാരത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കൾ മൗനമായിരിക്കരുത്. ഈ പന്തലിന്റെ നടുവിലൂടെ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഇന്ന് രാത്രി വ്യാപരിച്ചുയരുന്നുണ്ട്. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുക, ചിലതിന്റെ കെട്ടടിച്ചു വിടാൻ ചിലരതെ ഉപയോഗിക്കാൻ പോകുക. അധികാരം വേണമെന്ന് കൊതിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച ഈ അന്തരീക്ഷം ഇന്ന് രാത്രി മാറാൻ പോകുക. ഇതിനകത്ത് കൈയടിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഇതിനകത്ത് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, നിങ്ങളുടെ മേൽ ഒരു അധികാരം വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രി ഈ ദേശത്ത് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. അങ്ങനെ തമ്പുരാൻ അധികാരം കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു. 120 പേർ സിഗിയോൻ മാളികയിൽ ഒരുമിച്ച് വന്നുകൂടി. യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ ഒരുമിച്ച് അവർ വന്നുകൂടി. നിങ്ങൾക്കറിയാമോ, പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറഞ്ഞ് 2 പുസ്തകങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിനകത്തുണ്ട്. പഴയ നിയമത്തെ ന്യായപ്രമാണമെന്ന് പറയും. അതിനകത്ത് 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ മോശയുടെ പഞ്ചൈക ഗ്രന്ഥങ്ങൾ. അത് മോശയാൽ രചിക്കപ്പെട്ട ദൈവം ഇറങ്ങി വന്ന് വേദപുസ്തകത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പുസ്തകം ഏതാണ്? വേദപുസ്തകത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പുസ്തകം നിങ്ങളും മിണ്ടുന്നില്ല. ഉൽപ്പത്തി, പുറപ്പാട്, മിണ്ടുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകമാണ് വേദപുസ്തകത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പുസ്തകം. പുരാതനനായ മനുഷ്യൻ മാസ്മരിക രംഗങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് കൃത്യമായി പറയാൻ, കൺകണ്ട ദൈവങ്ങളെ മുഴുവൻ ആരാധിക്കുന്ന ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന മണ്ണിൽ മഹാദൈവത്തെ വിളിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേട്ടോണം. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 നിയമങ്ങളായി ഇതിനെ തിരിച്ചിരിക്കുക. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 നിയമങ്ങളായിട്ട് ഇതിനെ തിരിച്ചിരിക്കുക. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്: കർമ്മം ചെയ്താൽ രക്ഷപ്പെടാം. എന്നാ? കർമ്മം ചെയ്താൽ രക്ഷപ്പെടാം. പറ്റുമോ? ആലൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിനക്ക് പാപമുണ്ട്, ആടിനെ വെട്ടിക്കോണം, നിന്റെ പാപം. പുതിയ നിയമത്തിൽ കൃപയാൽ നാം രക്ഷിക്കപ്പെടും. ഒരാമയും പറഞ്ഞില്ല. എന്നാ? കൃപയാൽ നമ്മൾ പഴയ നിയമത്തിൽ കർമ്മം ചെയ്യണം. ഇതിന്റെ തൊട്ടടുത്ത് ഇവിടുത്തെ കടൽ ഏതാ പാസ്റ്റർ? അടുത്ത് കിടക്കുന്ന കടല് ശംഖുമുഖാണോ? കൊല്ലങ്കോട് കടലിൽ പോയിട്ടുണ്ടല്ലോ. കടലിന്റെ അക്കരയോട്ട് നോക്കണം. വല്ലതും കാണാമോ? ഇല്ല. അതിന്റെ അക്കരെ എന്നാന്നറിയാമോ? ഏത് രാജ്യമാണെന്നറിയാമോ? ദുബൈയാണ്, UAE. അക്കരെ ആരാണ്? UAE. ഇവിടുന്ന് നീന്തിയാൽ അക്കരയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റും. പക്ഷെ അതിൽ നീന്തിയിട്ടുണ്ടോ? ഇല്ല. ഒരാമയും പറഞ്ഞില്ല. ഇതാണ് ന്യായപ്രമാണം. നീന്തിയാൽ അക്കരെ കയറും. പക്ഷെ ഇതുവരെ ആരും കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ല. കയറാൻ പറ്റത്തില്ല. അങ്ങനെ ന്യായപ്രമാണം പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ കൃപയുടെ പ്രമാണത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒന്ന് കൈയടിച്ചൊന്ന് ഏറ്റെടുത്ത പ്രിയതേ, ഉലകത്തിൽ വഴിയായിട്ട് ഒത്തിരി പേര് വന്നെന്ന് നാം ആരാധിക്കുന്ന കർത്താവ് വഴിയായി ഉലകത്തിലേക്ക് ഇറങ്ങി വന്നെന്ന്. ഇതാണ് ന്യായപ്രമാണവും കൃപയുടെ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം. ന്യായപ്രമാണം കർമ്മം ചെയ്താൽ രക്ഷപ്പെടാ. കൃപയുടെ പ്രമാണം നീ ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാ മതി. ഇന്ന് രാത്രി ദൈവത്തിന് നിന്റെ മെഴുകുതിരി വേണ്ട, ദൈവത്തിന് നിന്റെ ഒന്നും വേണ്ട. ദൈവത്തിന് വേണ്ടത് തുടിക്കുന്ന ഹൃദയത്തോടുകൂടെ അവനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. കയ്യൊന്ന് ഉയർത്തിയ ദൈവത്തിനൊരാമീൻ പറഞ്ഞേ. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയണം, വിരസമായ ചരിത്രമൊന്ന് പറഞ്ഞു പോകണം. പറയാൻ പറ്റുന്നതിൻ്റെ അത്രയും ആവർത്തി ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകും. ഒരു കാര്യം നിങ്ങൾ കേട്ടോണം. അങ്ങനെ ശിശവൃന്ദം ഒരുമിച്ച് സിഗിയോൻ മാളികയിൽ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? യേശുവിൻ്റെ ശക്തി പ്രാപിക്കാൻ വേണ്ടി. ഒരു ദൂത് ഞാൻ പറയുക, ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ഉറച്ചൊരാമീൻ പറഞ്ഞില്ല.
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നിന്റെ കുടുംബത്തെ ഉയർത്തത്തില്ലെന്ന്, നിന്റെ പിള്ളാരെ ഉയർത്തത്തില്ലെന്ന്, നിന്റെ വീടിനെ ഉയർത്തത്തില്ലെന്ന് പറയുന്ന അന്ധകാര ശക്തികളെ അടിച്ചു തകർത്തു മുന്നേറാൻ ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്തിന്, ദൈവത്തിന്റെ ശക്തിക്ക് അതറിയുന്നവരൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആ ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ഇന്നലെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്റ്റേജിലേക്ക് മാത്രമേ ക്യാമറയുള്ള, ഓഡിയൻസിനെ കാണുന്നില്ലായിരുന്നു. ക്യാമറക്കാരെ ഇടയ്ക്കൊന്ന് തിരിച്ചേക്കണം, ഓഡിയൻസിനെ കൂടെ. ആ കൈ ഒന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേര്. അവരൊന്ന് ചിരിച്ചോണ്ടിരിക്കട്ടെ, അവരെയും കാണട്ടെ നാട്ടുകാര്. അവരേതായാലും ഉടുത്തൊരുങ്ങി ലിഫ്റ്റിക്കുമൊക്കെ ഇട്ട് വന്നിരിക്കുകയല്ലേ, അവരെ കൂടെ കാണട്ടെ. ഒന്ന് കൈപൊക്കി ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ പ്രിയരെ, ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം യേശുവിൻ്റെ സ്നേഹ. ഒരാമീൻ പറഞ്ഞില്ല. പണ്ടൊരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഒരപ്പച്ചനും അമ്മച്ചിയും കൂടെ എന്നാ സ്നേഹമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അട്ടക്കട്ടം കെട്ടിപ്പിടിച്ച് കടയിൽ കയറുന്ന കണ്ടു, തുണിക്കടയിൽ. അപ്പൊ ഞാനല്ലയോ, ഞാൻ കാറ് തുറന്നിറങ്ങി ചെന്ന് ചോദിച്ചു, എൻ്റെ അപ്പച്ച എന്നാ സ്നേഹം, എത്ര വയസ്സുണ്ട്? എന്നോട് പറഞ്ഞു, എനിക്ക് 68, അവക്ക് 60. ഞാൻ പറഞ്ഞു, ഇപ്പോഴും എന്നാ സ്നേഹം, എന്നാ പിടുത്തമായത്? അപ്പച്ചൻ പറഞ്ഞു, സ്നേഹം കൊണ്ട് പിടിച്ചേക്കുന്നല്ല, അവളെ വിട്ട തുണിക്കടയിൽ കയറും, അതിൻ്റെ പിടിയാ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഇത് വല്ലാത്ത പ്രശ്നമല്ലേ? സ്നേഹമൊക്കെ കാപട്യത്തിന്റെ പൊയ്മുഖല്ലേ? ആ കരമുയർത്തി ദൈവത്തിനൊരു സ്വോത്രം പറഞ്ഞേ. ആ നമ്മൾ വിചാരിക്കും ഭാര്യയും കാമുകനും കാമുകയും കൂടെ ഇങ്ങനെ അട്ടക്കട്ടം പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹമാണ്. കാമുകൻ പണ്ട് പറഞ്ഞ നിന്നെ കട്ടറിക്കൊണ്ട തട്ടുമടി അതിന്റെ പിടുത്തം പിടിച്ചേക്കുവാ. ഒരു സ്വോത്രം പറഞ്ഞു. എന്നാ വല്ലാത്ത കാലം. എൻ്റെ പൊന്നുമക്കളെ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കൈയൊന്ന് വീശി വീശി ദൈവത്തിനൊന്ന് സ്തോത്രം കൊടുത്ത്, ആ കരമൊന്ന് ഉയർത്തി ഒന്ന് വീശി ഇന്ന് രാത്രി അന്നേ തമ്പുരാന് ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ്, ഇത്ര വലിയ സ്നേഹം, എന്നാ സ്നേഹല്ലേ ഇല്ലേ വസ്ത്രേ? എന്നാ സ്നേഹ ഇത്. നമ്മളീ പറയും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ എന്നാ പ്രസംഗമായിരുന്നു, ഞങ്ങളുടെ കാര്യമായി പറഞ്ഞ സ്വത്രം പറ. ഞങ്ങളുടെ വീട്ടിലെ കാര്യമാ ഈ പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്. എനിക്കാണെ അവളെയും പിടിക്കുന്നില്ല, അവക്കാണെ എന്നെയും പിടിക്കുന്നില്ല, ഞങ്ങളെ രണ്ടുപേരെ മക്കൾക്കും പിടിക്കുന്നില്ല. സ്വത്രം പറഞ്ഞില്ല. ഇതൊരു വല്ലാത്ത കാലം കേട്ടോ. എൻ്റെ മക്കളെ, ഒരു കാര്യം പറയാം, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കണം. യോജിക്കുന്ന ഒരാമയും പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് അറുകല പോലെ തുള്ളിയാലൊന്നും ദൈവം കേൾക്കുകയല്ല. അതിന് തൊട്ടു മുമ്പ് അപ്പനെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. എന്നോട് യോജിക്കുന്നവരാ കൈ ഉയർത്തി ഒരാമയും പറ. അപ്പൊ എല്ലാവരും യോജിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കണം, വേണ്ടായോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ ചെന്ന് കേട്ടോ, 3 മരുമക്കളാണ്. എൻ്റെ ദൈവമേ, എന്നാ കരച്ചിലാന്നോ! മൂത്ത മരുമോള് അമ്മച്ചിയുടെ ചങ്കത്ത് കിടന്ന് കരയുക. ഞാൻ വിചാരിച്ച എന്നോ സ്നേഹമാണെന്ന്. അതെന്തിനാണെന്നറിയാം? മാല പറിക്കാൻ കിടക്കുക. സ്വത്രം പറ. തള്ളയുടെ കാറ്റ് പോയിട്ട് വേണം ഈ കൊച്ചിന് മാല പറിക്കാൻ വേണ്ടി. അതിന് കിടക്കുന്ന കിടപ്പാ. വല്ലാത്ത പ്രശ്നമായത്. സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യാം? ഈ ഗിറ്റാറൊക്കെ വായിച്ചോമാർ എന്ത് ചെയ്യാമാർ ഫോണിൽ തോണ്ടു വന്നു. എൻ്റെ ദൈവമേ, കൈ ഉയർത്തി ഒരു ഫ്രണ്ടിൽ വന്ന് കയറിയിരുന്ന് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുക. കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞു തരും. അവിടെ ഇരുന്ന് ഇനി ലവർ അയക്കുന്നതൊക്കെ കേട്ടോ, എൻ്റെ പൊന്നുമക്കളെ കണ്ടുകൊണ്ടിരിക്കല്ലേ, കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞേ. ഇവിടെ വലിയ കാര്യം, ഞാനിവിടെ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനവിടെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം കൈയൊക്കെ പൊക്കി, എന്നാ നിന്റെ രൂപവും, ഈ പാട്ടൊക്കെയാ. അവൻ ഇട്ടേക്കുന്ന ഒരു പാൻറ് ഇവിടം വരെ വന്ന് കിടക്കുക. എൻ്റെ പേടി ഈ പാൻറ് ഊരിപ്പോന്നുള്ള പേടിയാ. ഞാൻ പുറകിരുന്ന് സുരേഷ് പാസ്റ്ററോട് പറഞ്ഞു, അവനൊരു വള്ളി എടുത്തു കൊടുക്ക്, ഇതൊന്നും ഉടുക്കാൻ കെട്ടാൻ. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചടാ ചെറുക്ക, ഇത് എന്നാ പാൻറ്റായത്? അന്നേരം എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ലോ വൈസ്റ്റ, ഊരത്തില്ല, അവിടം വരെ വരും. അത് ഊരത്തില്ലെന്ന്, അവിടം വരെ വരത്തുള്ളെന്ന്. അത് പിന്നെ എനിക്ക് മനസ്സിലായി, അവിടം വരെ വരത്തുള്ളെന്ന്. അത് ഊരുകയല്ല. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പിന്നെ വലിയ കുഴപ്പം. ഒരു സ്വോത്രം പറഞ്ഞില്ല നിങ്ങൾ. ഈ പാടാനും ഗിറ്റാറും ഒക്കെ വായിക്കാൻ സ്റ്റേജ് നിൽക്കുമല്ലോ, ഇച്ചിരി വൃത്തിക്കും ഇച്ചിരി മെനയ്ക്കും ഒക്കെ വരണം. ഒരു സ്വോത്രം പറഞ്ഞില്ല.
പിന്നെ ഇമാര് കുഴപ്പമില്ല എന്നാ എൻ്റെ പിന്നെ എനിക്ക് ആ മൊബൈൽ നോക്കി ഇഷ്ടപ്പെട്ടില്ല. കൈവൊക്കെ ഒരു ഇവിടെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴാണോ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കൈ ഉയർത്തി ദൈവത്തിനൊരു സ്വത്രം പറഞ്ഞ അതല്ലേ അതിൻ്റെ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുക. ഇന്ന് രാത്രി ദൈവം ഞാൻ പ്രാർത്ഥിച്ചപ്പോ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു വാചകം പറഞ്ഞു, മക്കളെ ഈ ദേശത്തൊരു ഉണർവുണ്ടാകാൻ പോവാ. അതിന് ചില യൗവനക്കാരെത്തികളെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുക. അഭിഷക്ത, ഇത് വെറും യോഗമല്ല കേട്ടോ. അഭിഷക്തന്മാരെ, ഇത് വെറും യോഗമല്ല. ഇത് ദൈവത്തിന്റെ നിയോഗത്താൽ ദൈവം ഒരുക്കി വെച്ച യോഗമാണ്. പാസ്റ്ററെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു യോഗത്തിൽ തടസ്സമുണ്ട് വിചാരിച്ചോണം, അതിന് പിശാചിന് പോരാട്ടമുണ്ട്. ഒരാമീൻ പറ. വെറുതെ നടക്കുന്നോട് പിശാചിന് പോരാട്ടം ഇല്ല. പിന്നെ പോരാട്ടം വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ വളരാനുണ്ട്. ഒരാമി ശരിക്കൊന്ന് പറഞ്ഞോ. ആർക്കുമില്ലാത്ത പോരാട്ടം നിനക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത അത്ഭുതം നടക്കാൻ പോവാ, ആർക്കുമില്ലാത്ത വേദന മോനെ നിനക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആർക്കുമില്ലാത്ത വിടുതൽ എന്റെ ദൈവം അയക്കാൻ പോകുക. പാറശാല ആദരം തുറന്ന് നാവ് ചലിപ്പിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് ഉയർത്തി വിളിച്ച്, കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുക, ചിലതിനെ അഭിഷേകം ചെയ്യാൻ, ചിലതിനെ അധികാരം തരാൻ, ചിലതിന്റെ മേൽ ദൈവകൃപ പകരാൻ. ഇന്ന് രാത്രി ഞാൻ കാണുകയാ, ഒരു തീനാളം പാഞ്ഞു ചെല്ലുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഇതിന്റെ 4 ചുറ്റിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാ. ആത്മകണ്ണ് തുറന്നു നോക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇത് നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. ഇത് നിന്റെ അത്ഭുതത്തിന്റെ രാത്രിയാണ്. നിന്നെ ഞാൻ പടക്കൂട്ടങ്ങൾക്കു നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. നിന്നെ ഞാൻ പടക്കൂട്ടങ്ങൾക്കു നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ചില ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്ത പോലെ ഒരു ദൈവമഹത്വം ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുക, ചിലരെ അഭിഷേകം ചെയ്യാൻ, ചിലരെ ശക്തിയാൽ നിറയ്ക്കാൻ. ഇതൊരു ജയത്തിന്റെ രാത്രിയായി മാറുക. യൗവനക്കാരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. കയ്യൊന്നുയർത്തി ഒരാമീൻ പറഞ്ഞേ. അങ്ങനെ ശിഷ്യവൃന്ദം ഒരുമിച്ച് യേശുവിന്റെ അമ്മയുമായി സഖിയോൻ മാളികയിൽ കൂടി വന്നിരുന്നു. കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോകുന്നതിന് മുൻപ് പറഞ്ഞു, കാത്തിരുന്നോ, ഒരു ശക്തി വരും. എന്താ ശിഷ്യന്മാരെ 3.5 വർഷം യേശുവിനോട് കൂടെ പഠിച്ചതല്ലേ, യേശുവിനോട് കൂടെ യാത്ര ചെയ്തല്ലേ, നിരവധി അത്ഭുതങ്ങൾ കണ്ടതല്ലേ. തുടങ്ങുന്ന അത്ഭുതം വെള്ളം വീഞ്ഞാക്കുന്നത് കണ്ണുദൃഷ്ടി കൊണ്ട് കണ്ട ആളുകളാ ഈ 12 ശിഷ്യന്മാർ. പോരാ, ഈ ഐറോസിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഈ ഐറോസിന്റെ മകളുടെ ഡെഡ് ബോഡി നോക്കി തലിത കുമി എന്ന് വിളിച്ചു പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ച നാഥൻ കൂടെ ഉണ്ടായിരുന്ന ആളുകളാ. 10 കുഷ്ഠരോഗികൾ അടുത്തു വന്നപ്പോൾ തെല്ലൊന്ന് തൊടാതെ പുരോഹിതന് തന്നെ നിങ്ങളെ കാണിച്ചു കൊള്ളുക, നിങ്ങൾ ശുദ്ധരായി എന്ന് പറയാൻ കരുത്തുള്ള നായകൻ കൂടെയുള്ള ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകൾ. കൈ ഉയർത്തി ഒരു ആമീൻ പറയുമോ? ഇന്ന് രാത്രി നേരിട്ടങ്ങ് മിനിസ്ട്രി ചെയ്താ പോരെ? നേരിട്ടങ്ങ് മിനിസ്ട്രി ചെയ്താ പോരെ? പോരായോ? നമ്മുടെ പലരുടെയും പ്രശ്നം ഇതാണ്. ഏതേലും ഒരു പ്രവാചകൻ എവിടുന്നേലും കയറി വന്ന് നിനക്ക് വിളിയുണ്ടെന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ 350 രൂപയുടെ ബൈബിളും കൊണ്ടിറങ്ങും. അങ്ങനല്ല പണി. ഒരാമീൻ പറ. പണി അങ്ങനല്ലെന്ന അല്ല. 3.5 വർഷം യേശുവിന്റെ കൂടെ നേരിട്ട് പഠിച്ചവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം ശക്തിക്ക് വേണ്ടി. നിങ്ങൾ കൈ ഉയർത്തി ഒരു ആമീൻ പറയാോ?
ഒരാത്മിക മർമ്മം പറയാനാണ് ഞാൻ ഈ വരുന്നേ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയാമോ? എന്തിനാ കർത്താവ് കാത്തിരിക്കാൻ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ കാത്തിരുന്നാൽ ഒരു ശക്തി വ്യാപരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്കെതിരെ ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു പാതാള ഗോപുരമുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു ആഭിചാരമുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു മന്ത്രവാദമുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു ദുർശക്തിയുണ്ട്. ഇന്ന് രാത്രി ആരാധന നടക്കുന്നതിന് മുൻപ് കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ആഫ്രിക്കയുടെ ശബ്ദമെന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസനുണ്ട്. റെനാഡ് ബോംഗെ എന്നാണ് കർത്തൃദാസന്റെ പേര്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എറണാകുളം പട്ടണത്തിൽ ആ കർത്തൃദാസൻ, എറണാകുളം പട്ടണത്തിലും കോട്ടയം പട്ടണത്തിലും ആ കർത്തൃദാസൻ അവിടെ വന്നിട്ടുമുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആഫ്രിക്കയിൽ തൻ്റെ യോഗത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ യോഗത്തിനകത്ത് വിടും. ഒരിക്കൽ താൻ വസിക്കുന്ന നാട്ടിൽ ദൈവം തന്നോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെന്ന ആഫ്രിക്കയുടെ മണ്ണിനെ ഇളക്കി മറിക്കണം. ആഫ്രിക്കയുടെ മണ്ണിൻ്റെ ഉണർവിന് വേണ്ടി മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. സംഭവിച്ച കാര്യം എന്നറിയാമോ? ഒരിക്കൽ താൻ ആഫ്രിക്കയിൽ ഏറ്റവും പേടിയില്ലാത്തവരുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. പേടിയില്ലാത്തവർ ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചേ. മന്ത്രവാദത്തെ പേടിയില്ലാത്തവർ ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് ആമീൻ പറഞ്ഞേ. മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ? ഉണ്ടോ പാസ്റ്ററെ? മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ? ഇല്ലയോ? ഉണ്ടോ? ഈ യോഗത്തിനകത്ത് കരുതി ചെല്ല ഉറങ്ങത്തില്ലേ? കണ്ടിട്ടില്ലേ? ഭയങ്കര യോഗം നടക്കുമ്പോ ഇരുന്ന് ഉറങ്ങല്ലേ? സാത്താൻ പിടിക്കുന്ന സ്വത്രം പറ. സാത്താൻ പിടിക്കുന്ന, കീഴോട്ട് പിടിക്കുന്ന സ്വത്രം പറ. നമ്മൾ മേപ്പോട്ട് പിടിക്കുമ്പോ സാത്താൻ താഴോട്ട് പിടിക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഈ പിശാചെല്ലാം കൂടെ നിങ്ങളെ വിടുന്നില്ല എൻ്റെ പാസ്റ്ററെ, ഭയങ്കര പ്രശ്നമാണ്. ഈ വേദപുസ്തകത്തിനകത്തെ പഴയ നിയമത്തിനകത്ത് സാത്താൻ എന്നൊരു വാക്കുണ്ടോ? പഴയ നിയമത്തിൽ ഉണ്ടോ? ഉണ്ടോ? പ്രശ്നമാണ് മൊത്തം. ഇന്ന് കർത്താവ് വന്നാൽ പോകാനിരിക്കുക. മിണ്ടുന്നില്ല നിങ്ങൾ. ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഞാൻ പറയണ്ട. 8:44 ആകുകയും ചെയ്തു. കൈപൊക്കി സ്വത്രം പറഞ്ഞോ. ബാക്കി പറയാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. നിന്റെ വിരസമായ ചരിത്രങ്ങൾ പറഞ്ഞ് വേണം 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കൈയൊന്നുയർത്തി ഒരു ആമീൻ പറഞ്ഞേരെ. രണ്ട് കാര്യങ്ങൾ പറയാം. മറ്റൊരിക്കൽ ഈ നാട്ടിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കേട്ടാൽ മതി. നിങ്ങൾ യൂട്യൂബിൽ ഓൺലൈനിലൊക്കെ ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളും കേട്ടാൽ മതി. കാര്യം കൊണ്ട് പറയാൻ തുടങ്ങുക. ഇന്ന് രാത്രി ഒരു കാര്യം കേട്ടാൽ നിനക്കെതിരെ ആര് മണികിലിക്കിയാലും ഹോം ക്രീം, ഐസ്ക്രീം, ഫേസ് ക്രീം എന്ന് പറഞ്ഞാലും നിനക്കൊന്നും വ്യാപരിക്കുന്നില്ല. നീ അതിനേക്കാളും വലിയ ഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒന്ന് കൈയടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്വത്രം പറഞ്ഞ് അഭിഷേകമുള്ള അഭിഷക്തന്മാരെല്ലാം കൂടെ ചേർന്ന് ആ കൈയൊന്നടിച്ച് ദൈവത്തിനൊന്ന് സ്വത്രം പറഞ്ഞ് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്ക് സ്തോത്രം. അങ്ങനെ ആഫ്രിക്കയെ വെച്ച് യോഗം ഡിക്ലെയർ ചെയ്തു. വൈകിട്ട് തലേ ദിവസം തന്നെ ഗ്രൗണ്ട് ഫുള്ളായി. നമ്മുടെ ഇതുപോലെയല്ല. വൈദേശിക നാളുകളിൽ നമ്മുടെ ഇതുപോലെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തറിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. പാകിസ്ഥാനിയായിട്ടൊരു സഹോദരി, ഫാത്തുമ എന്നാണ് അവളുടെ പേര്. ഞാൻ അവളെ വിളിച്ച് യോഗത്തിന്റെ ഇടയ്ക്ക് ഒന്ന് തൂത് പറയുമ്പോൾ അവള് മുഴുവൻ ആളുകളും കാണുക യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഒന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞ് 100 കണക്കിന് ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഫാത്തിമ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവളും അവളുടെ കുടുംബവും ഇന്ന് രാജ്യത്ത് യേശുവിനെ ആരാധിക്കുകയാണ്. കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ ഒരു വാചകം കൂടെ പറയാ. ഇതിനകത്ത് ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. കർത്തൃദാസനെ, പ്രാർത്ഥന കൂട്ടണം, ആരാധന കൂട്ടണം, സഭ വളരാൻ പ്രാർത്ഥന കൂടണം. ഒരു ആമീൻ പറഞ്ഞില്ല മക്കളെ. ശുശ്രൂഷ വളരാൻ ഷോർട്ട് കട്ടൊന്നുമില്ല. പറയാൻ പറ്റുമോ എന്നറിയില്ല. പറയാൻ പറ്റുന്നതിൻ്റെ അത്രയും പറയും. നിങ്ങൾക്ക് സന്തോഷമല്ലേ? അല്ലേ? ആ കൈ ഒന്ന് ഉയർത്തൊരു ആമീൻ പറഞ്ഞേര്. പിന്നെ ഇന്നലെ മഴയായോണ്ട് അങ്ങനെ പോയേ. കൈപൊക്കി സ്വത്രം. ആകെ ഇച്ചിരി സമയമുള്ള കാര്യം കൊണ്ട് എഴുന്നിട്ടെന്ന് പറയാൻ പറ്റാത്ത കാര്യത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ പോകുന്നത്. ഇനിയുണ്ട് കാര്യം. കൈപൊക്കി സ്വത്രം പറഞ്ഞു. അതല്ലേ രണ്ട് കാര്യം കൊണ്ട് കേട്ടെ. അങ്ങനെ ആഫ്രിക്ക യോഗം ഡിക്ലെയർ. തലേദിവസം രാത്രി ഗ്രൗണ്ട് ഫുള്ളായി. ഈ ഗ്രൗണ്ടിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽ 5000 പേര് ക്രൂഡോ മന്ത്രവാദികളുണ്ട്. റെനാഡ് ബോംഗെ കയറുന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ട് താഴെ ഒരാൾ അവിടെ ഇരുന്ന് ഹോം ക്രീം, ഐസ്ക്രീം, ഫേസ് ക്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ചൊല്ലുത്തും ഒക്കെ നടത്തിക്കൊണ്ട് പേടിയുണ്ടോ? ഇല്ല. കൈവക്കി ഒരു സ്വത്രം പറഞ്ഞേ.
ഒരു പേടിയും വേണ്ട. ഇല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പിള്ളേരല്ല, ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തും, നിങ്ങളത് കേട്ടെന്ന് എനിക്ക് തോന്നുന്നു, തിരുവനന്തപുരത്തുനിന്ന് കുറച്ച് പിള്ളേർ നമ്മുടെ മാവേലിക്കർ വന്നൊരു പരസ്യയോഗം നടത്തി. നിങ്ങൾ കേട്ട് കാണും, നടത്തി. അപ്പം ഈ നമ്മളെ കാണുമ്പോൾ ചിലർക്ക് അടിക്കണമെന്ന് തോന്നുമല്ലോ. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുകയല്ല. സ്വത്രം പറ, അടിക്കോ? തിരിച്ചടിക്കോ? വാസ അടിക്കുമെന്നാ മിണ്ടുന്നില്ല. നമ്മൾ തിരിച്ചടിക്കോ? ഇല്ല, തിരിച്ചടിക്കുകയല്ല. നമ്മളിങ്ങനെ കൃപ എന്ന് പറഞ്ഞങ്ങ് നിൽക്കും. അങ്ങനെയല്ലയോ? മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഈ പിള്ളേർ നാല് പേര് അവിടെ പാട്ടൊക്കെ പാടി, ഒരു നല്ല പാട്ടൊക്കെ പാടി, ഇങ്ങനെ ഒരുത്തം കയറി മുണ്ടൊക്കെ പൊക്കി എന്തുവാടാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ പിള്ളേര് പഴയ കളരിയായിരുന്നു. ഇവന്മാര് 3 പേര് കയറി വന്നു. ഇവന്മാർ 6 പേരുണ്ടോ, 6 പേരും കൊണ്ട് എടുത്തങ്ങ് പെരുമാറി പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ അപ്പൊ പോലീസുകാർ ചോദിച്ചു, എടാ അമ്മമാരവിടെ മര്യാദയ്ക്ക് ഇന്ന് പരസ്യം നടത്തിക്കൊണ്ടിരുന്നല്ലോ, നിങ്ങളെന്തിനാ അടിക്കാൻ പോയേ? അന്നേരം പറഞ്ഞു, സാറേ പാസ്റ്റർമാരാന്ന് വിചാരിച്ച് അടിക്കാൻ പോയതാ. ആരാന്നാ? അപ്പൊ ഞാൻ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചടാ, മോശമായി പോലെ കയറി അടിച്ചേ? അച്ഛാ, അന്നാലും ഒരു കൃപ വ്യാപരിച്ചെന്ന്. അന്നാലും അതൊരു വല്ലാത്ത കൃപ. നിങ്ങൾ വേണ്ടുന്നില്ല. അതെന്നാ കൃപയാന്ന് എനിക്കറിയത്തില്ല. വന്നോനെല്ലാം ഏപ്പം തോപ്പം കിട്ടി. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ കുഞ്ഞുപ്രായത്തിൽ കരോട്ട ബ്ലാക്ക് ബെൽറ്റ് പഠിച്ച, എന്നാലും എൻ്റെ മുമ്പിൽ ചെറിയ പിള്ളേരൊക്കെ വന്ന് അപ്പനെ വിളിക്കുമ്പം ഞാൻ കേട്ടോണ്ട് നിൽക്കും. ഞാനിങ്ങനെ കൃപ പറയും. സ്വത്രം, മിണ്ടുന്നില്ല, കൃപ പറയും. അതെന്നാന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രമാണം വേറെ ഒന്നുമില്ല, ക്ഷമിച്ചേ പറ്റൂ. മിണ്ടുന്നില്ല. കൈ ഉയർത്തി ദൈവത്തിനൊരു സ്വത്രം അങ്ങ് പറ. വലിയ വേന്ദ്രന്മാരാ നമ്മുടെ കൂടെ ഉള്ളതൊക്കെ, പിന്നെ അടങ്ങിയിരിക്കുന്നത് സ്വത്രം പറഞ്ഞങ്ങ് ഇരിക്കുക. ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പ്രമാണം മിണ്ടുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ സ്വത്രം പറഞ്ഞില്ല. അങ്ങനെ കയറി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു പുള്ളി ഇരുന്ന് ഭയങ്കര മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മന്ത്രവാദം ചെയ്ത് ഇവരെ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇവര് വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം റേനാഡ് ബോങ്ക താഴെ വീഴുവന്ന 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴെ ഇരുന്ന് മന്ത്രവാദം ചെയ്യുന്നവൻ അവന്റെ മൂക്കിക്കൂടും വായിക്കൂടും ചോര വരാൻ തുടങ്ങി. ഒരാമീൻ പറ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. കൈയടിച്ചൊന്ന് ആമീൻ പറയാമോ? ഇന്ന് രാത്രി നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കത്തില്ല. ഇന്ന് രാത്രി ഫെയ്ത്ത് ഇൻ ആക്ഷൻ ചർച്ചിനോട് ആത്മനിറവി ഞാൻ പറയുക, നിനക്കെതിരെ ഉണ്ടാക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കയില്ല. ജനം ഒരുമിച്ചൊന്ന് കൈയടിച്ച് ദൈവത്തിനൊരാമീൻ പറഞ്ഞേ. ഞാൻ തിടുക്കത്തിലൊന്ന് യാത്ര ചെയ്യാൻ പോകുക. നമ്മുടെ സമയം തീരുന്നത് കൊണ്ട് വളരെ തിടുക്കത്തിൽ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ഈ സുവിശേഷ യോഗത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്ന കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതെന്നാന്നറിയാമോ? നമ്മളെ മറ്റെല്ലാ യോഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ദൈവശക്തിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമ്മുടെ ഇടയിൽ ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങൾ നടക്കണം. നമ്മുടെ ഇടയിലും ഇന്ന് രാത്രി ദൈവപ്രവൃത്തി നടക്കണം. അതിന് പാറശാലക്കാർ പ്രാർത്ഥിച്ചാ വന്നതെങ്കിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി ഇറങ്ങി വരാൻ പോവുക. ഇന്ന് രാത്രി ചിലരെ ദൈവം തൊടാൻ പോകുക. ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി വ്യാപരിച്ചുറങ്ങാൻ പോകുക. നിനക്കെതിരെ ശത്രു ഉണ്ടാക്കിയ യാതൊരായുധങ്ങളും ഫലിക്കത്തില്ല. സംഭവിച്ചത് എന്താന്ന് കേൾക്കണ്ടേ? ആഫ്രിക്കയുടെ മണ്ണിൽ കൂടി വന്ന മുഴുവൻ 5000-ഓളം എത്തുന്ന മന്ത്രവാദികൾ ഒരുമിച്ച് ഓരോ സ്ഥലത്തും എഴുന്നേൽക്കാൻ തുടങ്ങി. മൂക്കിലും വായിലൂടെയും രക്തം വരാൻ തുടങ്ങി. അവരുടെ മെയിൻ നേതാവ് ആ സ്റ്റേജിലേക്ക് കയറി വന്ന് റേനാഡ് ബോങ്കയുടെ കാൽക്കൽ വീണ് പറഞ്ഞു, യേശു ദൈവമാണ്. കൈയടിച്ചൊരാമീൻ പറയാമോ? ഇന്ന് രാത്രി എല്ലാ നാമത്തെക്കാളും ഏറ്റവും വലിയ നാമം, ഉന്നതത്തിൽ ഉയരത്തിലുള്ള നാമം, ക്യാൻസറിനേക്കാൾ വലിയ നാമം, ട്യൂമറിനേക്കാൾ വലിയ നാമം, മന്ത്രവാദത്തെക്കാൾ വലിയ നാമം, ആഭിചാരത്തെക്കാൾ വലിയ നാമം, ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ആ നാമത്തിന്റെ ശക്തിക്ക് ഈ 2 കരങ്ങളും അടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാത്രി ആത്മനിറവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പരിശുദ്ധാത്മാവനോട് പറയുക, ആ നാമജലത്തിനെ പിടിക്കാൻ പോകുക, ആ നാമജലനെ ശക്തിപ്പെടുത്താൻ പോകുക, ആ നാമജലത്തിനെ ഇന്ന് രാത്രി ബലപ്പെടുത്താൻ പോകുക. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു. ആ നാമത്തിന്റെ പവർ ഇന്ന് രാത്രി പാറശാല കാണുകയാ. ആ നാമത്തിന്റെ ശക്തി നിന്റെ ദേശം അറിയാൻ പോകുക. ആ നാമത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക്
ആദരങ്ങൾ തുറന്ന അല്പനിമിഷങ്ങൾ ആ നാമത്തിന് നന്ദി പറയാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് എന്നോട് കർത്താവ് പറയുക, ഈ ഗ്രൗണ്ടിനകത്ത് കയറിയ കുടുംബങ്ങളെ വിടുവിച്ചയക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ നാമം ഇതിനകത്ത് പാഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നവരൊക്കെ ആത്മകണ്ണിൽ ദൈവത്തെ ആരാധിച്ച് അടമാനിയാന്തേ വൈശാധിയാര വേദകമനഘടക ശതലമൗടിയ വേദമനഘടക ശബ്ദരാധന സൈന്യത്താലല്ല ശക്തിയാലല്ല സ്വരൂപമേലെ നിന്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ ചവിട്ടി ഉടച്ചു കളയാൻ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നേ. സ്നേഹിതരെ, അങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടാൻ പോകുകയാ. അങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് ഈ വാക്യത്തോട് നീതി പുലർത്താൻ പറ്റില്ല. അങ്ങനെ 12 ശിഷ്യന്മാരിൽ മത്തിയാസ് ഉൾപ്പെടെ 12 ശിഷ്യന്മാരിൽ യൂദയ്ക്ക് പകരം ചീട്ടിട്ടെടുത്തയാളാണ് മത്തിയാസ്. നിങ്ങൾക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇടുകയാ. മത്തിയാസ് ഉൾപ്പെടെ 12 ശിഷ്യന്മാർ ഒരുമിച്ച് സിഖിയോൻ മാളികയിൽ കാത്തിരുന്ന അളവിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനുണ്ട്, പടുവയോധികനായ മനുഷ്യൻ. അങ്ങനെ ഡൊമിനിഷൻ ചക്രവർത്തി നാട് ഭരിക്കുന്ന കാലം, അദ്ദേഹം ഭരിക്കുന്നതിന് തൊട്ടു മുൻപ് രാജ്യം ഭരിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നീറോ ചക്രവർത്തി എന്നാണ്. ഡൊമിനിഷനേക്കാളും ഏറ്റവും ക്രൂരനായ മനുഷ്യനെ ആമെ തിരശീലകളാക്കി കത്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പോരാ, റോമൻ കൊലോസ്യങ്ങളിലേക്ക് 20-25 ദിവസം പട്ടിണികിടത്ത സിംഹങ്ങളെ ഒരുമിച്ച് അയക്കുന്ന മനുഷ്യൻ, ആളുകളെ കൊന്നു മുടിക്കാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യൻ, അങ്ങനെ ഒരു വല്ലാത്ത ക്രൂരനായ ഭരണാധികാരി, ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നു മുടിക്കാനുള്ള സകല തന്ത്രങ്ങളും ഒരുമിച്ച് മെനഞ്ഞ നീറോ ചക്രവർത്തിക്ക് ശേഷം രാജ്യം ഭരിക്കാനെത്തിയ മനുഷ്യന്റെ പേരാണ് ഡൊമിനിഷൻ കൈസർ എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ ഡൊമിനിഷൻ ഭരിക്കാനായിട്ടെത്തി. ഡൊമിനിഷൻ ഒരു ക്രൂര വിനോദമുണ്ട്. AD 90-ലും 95-ലും ഡൊമിനിഷൻ കൈസർ എന്ന് പറയുന്ന മനുഷ്യൻ ആ രാജ്യം ഭരിച്ച് അവിടുത്തെ ആളുകളോട് ചോദിച്ച ഒറ്റ ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഭടന്മാരെ ഒരുമിച്ച് അടുക്കലേക്ക് വിളിച്ച് അവരോട് ചോദിച്ചു, ഈ നാട്ടിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇനിയുമുണ്ടോ? ക്രിസ്ത്യാനികളായിട്ടുള്ള യേശുവിനെ ഏറ്റെടുത്ത ആളുകൾ ഉണ്ടോ എന്നൊരു ചോദ്യം ഒന്ന് ചോദിക്കുക. അങ്ങനെ പടുവയോധികനായ ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞു കൊടുത്തു. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു അപ്പോസ്തലൻ എഫെസോസിലെ സഭയുടെ ലീഡറായി ജീവിച്ചിരിപ്പുണ്ട്. നരകളൊക്കെ ബാധിച്ച ഒരു മനുഷ്യൻ, പടുവയോധികനായ ഒരു മനുഷ്യൻ. അങ്ങനെ മുന്നോട്ട് പോകുക. ഞാൻ ഈ മനുഷ്യന്റെ ഡൊമിനിഷന്റെ ക്രൂരതയെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ഒന്ന് എടുക്കാൻ തുടങ്ങുക. അദ്ദേഹത്തിനൊരു സഹോദരി ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പേര് ഡൊമിറ്റില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പേര് ഡൊമിറ്റില്ലയും ഫ്ലാവിയോസും. അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര് ഫ്ലാവിയോസ്. ഡൊമിറ്റില്ലക്കും ഫ്ലാവിയോസിനും ഒരു കൽപ്പന കൊടുത്തു രാജാവ്. ആ കൽപ്പന ഇങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ അവരുടെ വിവരം നിങ്ങൾ അറിഞ്ഞ് വേഷപ്രസന്നരായി അവിടെ ചെന്ന് അവിടുത്തെ ആളുകളെ, രാജഭടന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ കൊന്നു മുടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം. ഒരു ദൂത് ഞാൻ പറയുക, ഈ രാത്രി നിങ്ങളൊരു ദൂത് കേട്ടോണം. നിനക്കെതിരെ എവിടെ നിന്ന് ആയുധം വരുന്നോ അവിടേക്ക് ദൈവശക്തി ഇറങ്ങി വരും. അറിയുന്നവർ ആ കൈയൊന്നടിച്ച് ദൈവത്തിനൊരാമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനൊരാമീൻ പറഞ്ഞോ. ഈ രാത്രി ഞാനൊരു വെളിപ്പാട് കാണുകയാ. കുടുംബങ്ങൾക്കെതിരെ ആയുധമുണ്ടാക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി ആരാധനയുടെ നടുവിൽ ഉടഞ്ഞു മാറുന്ന രാത്രിയാണ്. ആത്മകണ്ണ് തുറന്നു നോക്കുന്ന ദൈവമക്കൾ, അതരങ്ങൾ തുറന്ന് നാവ് ചലിപ്പിക്കാവുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി അതരം തുറന്ന് നാവ് ചലിപ്പിച്ചോ. എനിക്ക് ഇതിനകത്ത്
ഒന്നാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് ഒന്ന് രണ്ട് വർത്തമാനം നിങ്ങളോട് പറയാൻ ആശയുണ്ട് കേട്ടോ. വളരെ വേഗത്തിൽ ഞാൻ ഈ യോഗം അവസാനിപ്പിക്കും. എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കുമോ അത്രയും വേഗത്തിൽ ഞാൻ ഓടുകയാണ്. മഴയുടെ ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാനും ഓടി മെസ്സേജും കൊണ്ട് പോകുകയാണ്. നിങ്ങൾ 2 മിനിറ്റ് കേട്ടോണം. അന്നത്തെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലെ ആളുകൾ ആരാധിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇതുപോലത്തെ ഓപ്പൺ ഗ്രൗണ്ടുകളിലല്ല, വീടുകളിലല്ല. അവർ ആരാധിക്കുന്ന ഗുഹകൾക്കകത്താണ്. പണ്ട് മൃതശരീരങ്ങൾ അടക്കുന്ന ഗുഹയ്ക്കകത്താണ് ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? സെമിത്തേരികൾ ആളുകൾക്ക് പേടിയാണ്. സത്യമാണോ? സെമിത്തേരി കണ്ടിട്ടില്ലേ? സെമിത്തേരി ആളുകൾക്ക് പേടിയാണ്. പേടിയല്ലേ? സെമിത്തേരി കാണുമ്പോൾ ഒരു ചെറിയ ചങ്കിടിപ്പില്ലേ നമുക്ക്, അല്ലേ? അതുകൊണ്ടാണ് ഈ രാത്രി നടന്നു വരുമ്പോൾ, ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ നമ്മൾ ഉറക്കപ്പാട്ട് പാടും. അതെന്തിനാ? സെമിത്തേരി കണ്ടോണ്ടാ. ഈ ലോകത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലമാ സെമിത്തേരി. ശരിക്കും പ്രശ്നമല്ലോ ഉണ്ടോ? വല്ലപ്പനും വല്യമ്മയും കൂടെ അവിടെ വന്നിരുന്ന് അടി ഉണ്ടാക്കുമോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു ചോദ്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, മരിച്ചോര് തിരിച്ചു വരുമോ? മരിച്ചോര് തിരിച്ചു വരുമോ? ഞങ്ങൾക്ക് അവിടെ അടിപൊളി സെമിത്തേരി ഉണ്ട് കേട്ടോ, അടിപൊളി. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അവിടെ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അതിനാ രാത്രി വല്ലപ്പനും വന്നിരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇവിടെ മിണ്ടുന്നില്ല. ഞാൻ പിള്ളേരുടെ ഇപ്പം പറഞ്ഞിട്ട് തെങ്ങ് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ തേങ്ങ വീട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുക്കനുണ്ട്, ഒട്ടും ദൈവത്തെ വിശ്വാസത്തിൽ ഒരു വിശ്വാസം അവനില്ല. അവനെ നമ്മുടെ നാട്ടിൽ 10 പേര് പരീക്ഷിക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു, എടാ ഒരു 35 വർഷം മുമ്പ് ഇവിടെ ഒരു ഗോപാലൻ ചേട്ടൻ തൂങ്ങി മരിച്ചു, ആലെ തൂങ്ങി മരിച്ചു. 35 വർഷം മുമ്പ് പുള്ളി ആലെ തൂങ്ങി മരിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, എടാ ദൈവം ഇല്ല, പിശാചും ഇല്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവര് വെച്ചു, ചെറുപ്പക്കാരല്ലേ, അവര് വെച്ചു. അവര് ചോദിച്ചു, എടാ ഒരു കാര്യം ചെയ്തേ, ഇന്ന് രാത്രി ഒരു 12 മണിയാകുമ്പോ ഈ ആലും ചവിട്ടി കൂടെ ഒന്ന് പോണം. ഗോപാലൻ ചേട്ടൻ തൂങ്ങിച്ചത്തിട്ടുണ്ടെന്നാ കേട്ടെ. അങ്ങനെ ഇവര് രാത്രി ബെറ്റൊക്കെ വെച്ച്, മറ്റോമാർ അവിടെ മുറിവിടിയൊക്കെ വലിച്ചും, ഇവനും രാത്രി 12 മണിയായപ്പം ബെറ്റ് 2000 രൂപയൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു പോവാ. രാത്രി ഒരു 12 മണിയായപ്പോ ആലിൻ ചവിട്ടി കൂടെ നടന്നു പോവാ. വിജനമായ സ്ഥലമാണ്. ഇപ്പൊ നോക്കിയപ്പോ ഒരു മനുഷ്യൻ തല തോർത്തുമൊക്കെ കെട്ടി മുമ്പിൽ ബീഡി വലിച്ചോണ്ട് പോകുന്നു. കൂട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അവൻ ചെന്ന് ചോദിച്ചു, ചേട്ടൻ എവിടാ? പുള്ളി പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്തുള്ള ആളാ. അങ്ങനെ പറഞ്ഞു, ഇത് കണ്ടിട്ടില്ല അവിടെ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ രാത്രിയിലെ പുറത്തിറങ്ങാറുള്ളൂ, അങ്ങനെ വന്നു നിൽക്കുക. അപ്പം പറഞ്ഞു, ആലിൻചോട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, ഈ ഒരു 35 വർഷം മുമ്പ് എൻ്റെ മണ്ടയ്ക്ക് ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു പുള്ളി തൂങ്ങി മരിച്ച കാര്യം അറിയാം? അന്നേരം പുള്ളി പറഞ്ഞു, എനിക്കറിയാതെ. അതാരാ? അത് ഞാനാന്ന് പറഞ്ഞു. അത് ഞാനാന്ന്. പുള്ളി ഈ ചെറുക്കം പിന്നെ എഴുന്നേറ്റ് 8ാം പക്കം എഴുന്നേറ്റെന്നാ. ഇതായ സെമിത്തേരിയുടെ പ്രശ്നം, മനസ്സിലായില്ലേ? സെമിത്തേരിയിൽ ഒരു പേടി ഉണ്ടാവും. നിങ്ങൾ മിണ്ടുന്നില്ല, സത്യമല്ലേ? അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ സെമിത്തേരിക്കകത്താ, ആ സൈഡിൽ നിന്ന് ആരാധിക്കുന്നേ. ഞാൻ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുക. ഒരു ദിവസം നമ്മുടെ ഡെമിറ്റില്ലയും ഭർത്താവും ഫ്ലാവിയോസും കൂടെ വേഷപ്രശ്നരായി ഈ ആരാധന നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അന്നവർക്ക് കോഡ് ഭാഷയുണ്ട് ആരാധിക്കാൻ. എന്ന് വെച്ചാൽ ഇവരെ പിടിച്ചാൽ രാജാവ് അവിടെ ജീവൻ എടുത്തു കളയും. അത്ര വല്ലാത്ത കാലം. ഏകദേശം ഒരു 10-12 പേർ ആരാധനയ്ക്ക് ഒത്തുകൂടി. 12 പേരിൽ 2 പേർ ഫ്ലാവിയോസും അദ്ദേഹത്തിന്റെ ഭാര്യ ഡൊമിറ്റില്ലയും ഫ്ലാവിയോസുമാണ് അതിനകത്ത് കൂടിയിരിക്കുന്നത്. അവരോട് കൂടെ ഈ ആംഗ്യ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒറ്റുകൊടുക്കാൻ വേണ്ടിയ കാര്യം പറഞ്ഞത്. ഒരു സഹോദരി അവിടെ എഴുന്നേറ്റ്, 30-32 വയസ്സുള്ള ഒരു സഹോദരി എഴുന്നേറ്റ് നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെയാണ്: ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് നിങ്ങളോടുകൂടെ വന്ന എൻ്റെ ഭർത്താവിനെയും എൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയും എൻ്റെ കൺമുമ്പിൽ വെച്ച് രാജാവ് കഴുത്ത് വെട്ടി കൊന്നു. ഞാൻ ഇന്നും സഭായോഗത്തിന് വന്നതാ. നിങ്ങളെ കൈ ഉയർത്തി ഒരു ആമീൻ പറയോ? മഴയാണ് യോഗത്തിന് വരാത്തൊരിത് കേൾക്കുന്നോ?
പൊടിയാണേ യോഗത്തിന് വരാത്തവരില്ലേ? ഭർത്താവിന്റെ കഴുത്ത് കണ്ടിച്ചു വെച്ചിട്ടും പിറ്റേ ദിവസം ആരാധനയ്ക്ക് ബൈബിൾ എടുത്ത ആളുകളുടെ ചരിത്രമാണ് 1-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിനൊരു സ്വത്രം പറയാമോ? സ്നേഹിതരെ, കഴുത്ത് കണ്ടിച്ചു വെച്ചാൽ മാറുന്ന മാർഗമല്ലേ മാർഗം. അവൻ ഒരു രക്തസാക്ഷിയെ ഈ ഭൂമിയിൽ രക്തമടിച്ചാൽ 1000 ആളുകളെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. രക്തസാക്ഷികളുടെ രക്തത്തെ സഭയുടെ വിത്താക്കി മാറ്റിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒന്ന് കൈയടിച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഡൊമിറ്റില്ലയും അദ്ദേഹത്തിന്റെ ഭർത്താവും ഈ സാക്ഷ്യം കേട്ടു. വിരസമായ സാക്ഷ്യം കേട്ട ആളുകൾ മുഴുവൻ കരഞ്ഞുപോയി. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോകുക, എന്നാലും പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് കേട്ടോ. സമയം ഇങ്ങനെ മുന്നോട്ട് പോകുകയാ. അവിടുത്തെ പ്രായമുള്ളൊരു വയോധികനായ കർത്തൃദാസൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം തീപാർന്ന തീഷ്ണതയുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ ഉരുക്കി ഒഴിപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഒരു ചാട്ടുളി പോലെ എഴുന്നേറ്റ് നിന്ന് ഒരു 10 മിനിറ്റ് ഈ മനുഷ്യൻ പ്രസ്താവിച്ചു. ഈ മനുഷ്യൻ പ്രസ്താവിക്കുമ്പോൾ ഡൊമിറ്റില്ലയുടെ കണ്ണീന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. പ്ലാവിയോസ് കരയാൻ തുടങ്ങി. അവർ രണ്ടുപേരും വിളിച്ചു പറഞ്ഞു, യേശു ദൈവമാണ്. കൈയൊന്നടിച്ചു ദൈവത്തിന് സ്തോത്രം പറയാമോ? എവിടെ നിന്ന് നിനക്കെതിരെ ആയുധമുണ്ടാക്കുന്നു അതിനകത്തേക്ക് കയറി ചെന്ന് നിന്നെ വിടുവിക്കാൻ ഇന്ന് രാത്രി അറിയുന്നവർ അല്പനിമിഷം അക്കരമൊന്നടിച്ച് അന്യഭാഷ പറഞ്ഞു ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രി ഞാൻ ആത്മക്കണ്ണിൽ കാണുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ ആയുധമുണ്ടാക്കിയ സ്ഥലത്തേക്ക് ഇന്ന് രാത്രി ദൈവശക്തി പാഞ്ഞിറങ്ങാൻ പോവാ. അല്പനിമിഷം ആ ദൈവത്തിന് കൈ അടിച്ചൊന്ന് സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ചില ആയുധങ്ങളെ മടക്കിക്കളയാൻ ദൈവത്തിന് ശക്തിയുണ്ട് കേട്ടോ. ചില ആഭിചാര ശക്തികളെ, ചില മന്ത്രവാദങ്ങളെ, ചില ഇരുട്ടിന്റെ ശക്തികളെ സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആത്മാവിനോട് പറയുന്ന എന്നാന്നറിയാമോ? ഇന്ന് രാത്രി നിനക്കെതിരെ പിശാച് ഉണ്ടാക്കി വെച്ച് സകല ആയുധങ്ങളെയും എന്റെ ദൈവം ഉടച്ചു കളയാൻ പോകുക. ഇത് നിനക്കൊരു അത്ഭുതത്തിന്റെ രാത്രിയാണ്. പിശാച് നിനക്കെതിരെ ഉണ്ടാക്കി വെച്ച ഇടത്തേക്ക് അല്പനിമിഷങ്ങൾ അന്യഭാഷ പറയാൻ പറ്റുന്ന ദൈവമക്കളല്ല, അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അകം തുളയ്ക്കുന്നവർ മൗനമായിരിക്കണ്ട, അകം തുളയ്ക്കുന്നവർ മൗനമായിരിക്കണ്ട. ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചോ. നിങ്ങളുടെ ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരാൻ തുടങ്ങുക. ആരാധനയുടെ നടുവിൽ നിന്റെ കെട്ടുകളെ അടിച്ചുവിട. അഭിഷക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ ഗ്രൗണ്ടിനകത്തേക്ക് നിറഞ്ഞ ദൈവശാനത്വം ഇറങ്ങുന്നുണ്ട്. ഈ ഗ്രൗണ്ടിനകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നുണ്ട്. ഒരാൾ പോലും ഇന്ന് രാത്രി മൗനമായിരിക്കണ്ട. നിനക്കിത് വിടുതലിന്റെ രാത്രിയായി മാറാൻ പോവാ. നിനക്കിത് അത്ഭുതത്തിന്റെ രാത്രിയായി മാറാൻ പോവാ. എന്റെ ദൈവം നിന്നെ അടിമുടി മാറ്റുന്നത് പോലെ ചില ആളുകളെ അധികാരത്തോടെ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യാൻ പോയ ആ കരമടിച്ച ശബ്ദമുയർത്തി ഇന്ന് രാത്രി ആ നാമത്തെ എല്ലാം നാമത്തിനും മേലായ നാമ, എല്ലാം നാമത്തിനും മേലായ നാമ. സ്വലോകടയും ഭൂലോകടയും അധോലോകടയും സകല മുടങ്ങാലോ മടങ്ങുന്ന യേശു എന്ന നാമ, യേശു എന്ന നാമ, യേശു എന്ന നാമ. ജനം ഒരുമിച്ച് ചേർന്ന് ഓ റമൽ പ്രഭനി അമ്പരഘടകസിയ ഈ അന്തരീക്ഷം മുഴുവൻ ഇന്ന് രാത്രി യേശു ഏറ്റെടുക്കുന്നത്. ഈ അന്തരീക്ഷം മുഴുവൻ ഇന്ന് രാത്രി എന്റെ ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. സ്നേഹിതരെ, ഒരു വാക്കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. പഴയ നിയമകാലത്ത് ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം.
ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിച്ചു വെക്കണം, ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം. ഒരു ദൂത് കേട്ടോ, കൽപ്പന എവിടെ നിന്ന് വന്നോ അതിനകത്തേക്ക് കയറി ചെന്നു വാഗ്ദത്തം. കൈ ഉയർത്തി ഒരാമീൻ പറയാമോ? ഇന്ന് രാത്രി ചില വാഗ്ദത്തം ചലിക്കാൻ പോകുകയാ. എനിക്ക് അവിടം വരെ എത്താൻ പറ്റുന്നില്ല ദൈവമക്കളെ, അവിടം വരെ എത്താനായിട്ട് പറ്റുന്നില്ല. വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുക. ഒരു ദൂത് കേൾക്കണം, ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാ. അത് ഉറപ്പുള്ളവരാ കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞു. മക്കളെ, ചില ആളുകളെ ദൈവ അപ്പോസ്തലന്മാരായി അഭിഷേകം ചെയ്യാൻ പോകുകയാ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അല്ലയോ? ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അങ്ങനല്ലേ മോളെ? ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒരാമീൻ പറഞ്ഞേ. ദൈവത്തിന് നിന്റെ പ്രായം വിഷയമല്ല, ദൈവത്തിന് നിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ നിനക്കുള്ള കഴിവ് വിഷയമല്ല. ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാ. ഒരു ദൂത് കേട്ടോണം നിങ്ങൾ. എവിടുന്ന് ഫറവോൻ കൽപ്പനയിട്ടോ അതേ സ്ഥലത്തേക്ക് മോശയെ ദൈവം കൊണ്ടു നിർത്തി. ഉറച്ചൊരാമീൻ പറ. ഇന്ന് രാത്രി എവിടെ നിന്നെ മുടിക്കുമെന്ന് പിശാച് പറഞ്ഞു, അവിടെ നീ വളരാൻ പോവാ, അവിടെ സഭ വളരാൻ പോവാ, അവിടെ കർത്തൃമക്കൾ വളരാൻ പോവാ, അവിടെ അഭിഷക്തന്മാര് കൈയടിച്ച ആദരം തുറന്ന് ഈ രാത്രി ദൈവത്തിന് ആമീൻ പറഞ്ഞു. ഇത് നിയോഗത്തിന്റെ രാത്രിയാണ്, ഇത് നിയോഗത്തിന്റെ രാത്രിയാണ്, ഇത് അത്ഭുതത്തിന്റെ രാത്രിയാണ്. എവിടെ പിശാച് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു, അവിടെ വാഗ്ദത്തം വളരാൻ പോകുകയാ, വാഗ്ദത്തം വളരാൻ പോകുകയാ, വാഗ്ദത്തം വളരാൻ പോകുകയാ. അകത്തുറപ്പുള്ള ദൈവമക്കള് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. വാഗ്ദത്തങ്ങൾ വളരുന്ന രാത്രിയാണ്, വാഗ്ദത്തം വളരുന്ന രാത്രിയാണ്, വാഗ്ദത്തം വളരുന്ന രാത്രിയാണ്. കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. മഴ ഇവിടെ വന്നിട്ട് പോയതാ. കഴുത്ത് കണ്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ മഴ വന്നേ, ഒരാമീൻ പറഞ്ഞില്ല. അവിടെ തന്നെ ഇരുന്നവർക്കായി സ്തോത്രം. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. മഴ ഉണ്ടെന്ന് അറിയിക്കാൻ വന്നാ പോയിട്ടില്ല പുള്ളി. ഈ യോഗത്തിനകത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, മഴ പോട്ടെ. നിങ്ങളൊരാമീൻ പറഞ്ഞില്ല. മഴയൊക്കെ ആ സൈഡിൽ കൂടെ കിഴക്കോട്ട് പോയി പെയ്യട്ടെ. ഒരാമീൻ പറഞ്ഞേ. നമ്മൾ പറഞ്ഞാൽ നടക്കുമെന്ന് 3.5 വർഷം ഒരു ഭക്തൻ കയറി പറഞ്ഞിട്ട് മഴ അവിടെ അനങ്ങിയില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ നമ്മുടെ കുഴപ്പം, നമുക്ക് ധൈര്യവും ഇല്ല. നമ്മുടെ ഇല്ലേ ഒരു പള്ളിയിൽ പിള്ളേരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. 3 വർഷമായിട്ട് അവിടെ മഴ പെയ്യുന്നില്ല, പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറുക്കൻ അപ്പനോട് പറഞ്ഞു, അപ്പാ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാൻ പോലെ കുട എടുക്കണ്ടായോ? പോടാ, കുട കൊണ്ടുവെക്ക അവിടെ. ചെറുക്കൻ വിശ്വാസത്തിന്റെ കുടയെടുക്കാൻ പോയതാ. പക്ഷെ അപ്പൻ പറഞ്ഞു, അപ്പനറിയാൻ പ്രാർത്ഥിച്ചാൽ കൈപൊക്കി സ്വോത്രം പറഞ്ഞില്ല. ഇത് പ്രശ്നമാ, കാര്യം പറയാൻ പോവാ, കേക്ക്. അല്ലയോ ബാസ് കൈ കാണിക്കുക. പിന്നെ എനിക്ക് അടുത്തടുത്ത് പോകണ്ടേ, നിങ്ങൾ കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞ്. പിന്നെ ഞാൻ 2 കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാൻ. ഞാൻ കാര്യം കൊണ്ട് കേട്ടോ. അങ്ങനെ എവിടുന്ന് ആയുധം ഉണ്ടാക്കിയോ അവിടെ മോശ വളർന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? രേഖ എഴുതിയവന്റെ കൺമുമ്പിൽ മോശ ഓടിക്കളിക്കുക. കൈപൊക്കി ഒരാമീൻ പറ. നിനക്കെതിരെ മന്ത്രത്തിന്റെ എഴുത്തെഴുതിയ അതേ സ്ഥലത്ത് നീ ഓടിക്കളിക്കാൻ പോവാ, അതേ സ്ഥലത്ത് നിന്റെ സഭ വളരാൻ പോവാ, അതേ സ്ഥലത്ത് നീ യേശുവിനെ ഉയർത്താൻ പോകുക, അതേ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നീ ഉദ്ഘോഷിക്കാൻ പോകുക. കേൾക്കുന്നവരാ കരമടിച്ച് ദൈവത്തിനൊരാമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനൊരാമീൻ പറഞ്ഞ്. യേശു എന്നോട് പറയുന്ന വാക്ക് എന്നാന്നറിയാമോ? നിന്നെ തകർത്തു കളയാൻ എവിടെ ആയുധം ഉണ്ടാക്കിയോ അതേ സ്ഥലത്തേക്ക് ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങി വരുന്ന രാത്രിയാകാൻ പോകുകയാ. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. സ്നേഹിതരെ, ഞാൻ ആ ഭാഗം സന്ദർഭവശാൽ വിടുകയാ. അങ്ങനെ ഞാൻ ഈ ഫ്ലാവിയോസിനെ കുറിച്ചും ഡെമിറ്റില്ലയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത് അവിടെ ചരിത്രം, വിരസമായ ചരിത്രം ഒന്നറിയാൻ വേണ്ടിയാ. നിങ്ങൾ ബാക്കി കേട്ടോണം. അത്രയും ക്രൂരനായ
ഈ ചെറുപ്പക്കാർ രണ്ടുപേരും വിശ്വാസത്തിലേക്ക് ആയി. ഡെമിറ്റില്ലയും ഫ്ലാവിയസും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ചാരന്മാർ മുഖാന്തരം അദ്ദേഹത്തിൻ്റെ പെങ്ങളും അദ്ദേഹത്തിൻ്റെ അളിയനും ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ പെങ്ങളും അളിയനും വിശ്വാസത്തിലേക്കായി എന്നറിഞ്ഞ് അവരെ സ്നേഹരൂപേണ അടുത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം പെങ്ങളുടെ കഴുത്ത് അറുത്ത് കൊന്നുകളഞ്ഞു. അത്രയും ക്രൂരനാണ് ഡൊമിഷ്യൻ ചക്രവർത്തി. ഇത്രയും പറയാനാ ഈ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ബാക്കി പറയാൻ തുടങ്ങുക. ആ സമയത്താണ് AD 90-ലും 95-നും ഇടയ്ക്ക് യേശുയുടെ ശുശ്രൂഷ എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായി പടുവയോധികനായ 90 വയസ്സടുപ്പിച്ച് പ്രായമുള്ള ജരാന്തരകൾ ബാധിച്ചൊരു മനുഷ്യൻ തുറന്ന പുസ്തകവുമായി യെരുശലേം സഭയുടെ മുൻപിൽ വന്നിരുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ കൃത്യമായ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല. കാതുകളൊക്കെ മന്ദമാണ്. കുതിരക്കുളമ്പടികളുടെ ശബ്ദം അദ്ദേഹത്തിന്റെ കാതിൽ കേൾക്കാം. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പടയാളികൾ അടുത്തടുത്ത് വരുന്ന ശബ്ദം കേട്ടു. പടയാളികൾ ചിരമ്പി വീടിനകത്തേക്ക് കയറി മിന്നുന്ന വാളുമായി യോഹന്നാന്റെ അടുത്ത് പടുവയോധികനായ ഈ യോഹന്നാന്റെ അടുത്തേക്ക് കടന്നു വന്ന് പറഞ്ഞു, ഞങ്ങൾ രാജകൽപ്പനയുമായി വന്നതാണ്. യോഹന്നാൻ അപ്പോസ്തലനെ അങ്ങേ കൊല്ലാനുള്ള കൽപ്പന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റസംഗതി വായിച്ചു കേൾപ്പിച്ചു. റോമൻ ശിക്ഷാ നിയമമാണ് ഇന്ന് കാണുന്ന സകല ശിക്ഷാ നിയമങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന സകല ശിക്ഷാ നിയമങ്ങളും അവിടെ നിന്നാണ്. എണ്ണവും അക്കവും ചക്രവും എല്ലാം റോമൻ സാമ്രാജ്യ വ്യവസ്ഥയിൽ നിന്ന് വന്നെത്തി നിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങോട്ട് പറഞ്ഞ് ചരിത്രം പറയാൻ താല്പര്യമില്ലാത്ത ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ കുറ്റസംഗതി വായിച്ചു കേൾപ്പിച്ചു. എന്താണ് പടുവയോധികനായ മനുഷ്യന് എതിരെയുള്ള കുറ്റസംഗതി? യേശുവിനെ ദൈവം അംഗീകരിച്ചതാണ്. അത് മാത്രമല്ലാതെ മറ്റൊരു കുറ്റസംഗതിയുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഡൊമിനിഷ്യൻ ചക്രവർത്തിയാണ് കർത്താവ് എന്നേറ്റു പറഞ്ഞിട്ട് നിനക്ക് യേശുവിനെ തള്ളിപ്പറയാ? ഈ മനുഷ്യൻ പറഞ്ഞു, ഇതുവരെ എനിക്കൊരു ദോഷവും ചെയ്യാത്ത യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല. കൈയൊന്നുയർത്തി ഒരു ആമീൻ പറയാമോ? എന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ ഒരു ദോഷവും ചെയ്യാത്ത യേശുവിനെ തള്ളിപ്പറയില്ല. പാറശാല ഞങ്ങൾ തള്ളിപ്പറയില്ല. കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. അരയിൽ സൂക്ഷിച്ച വാള് കരത്തിലേക്കെടുത്ത് ഖഡ്ഗത്തിന് മൂർച്ച കൂട്ടി. യോഹന്നാൻ അപ്പോസ്തലനെ 2 പടയാളികൾ ചേർത്ത് നിർത്തി നിലത്ത് മലർത്തിക്കിടത്തി. തിരിച്ചൊന്നും പറയാൻ നിവർത്തിയില്ലാത്ത അപ്പോസ്തലൻ പോരാ, വാക്തത്വമുള്ള കർത്തൃദാസൻ അദ്ദേഹത്തിന്റെ കഴുത്തു മുതൽ താഴേക്ക് ഒരു ഖഡ്ഗം കൊണ്ട് അവർ കീറാൻ തുടങ്ങി. അവർ വിചാരിച്ചത് കഴുത്ത് കണ്ടിച്ച് താഴേക്ക് വരുമ്പോൾ വേദന കൊണ്ട് ഈ മനുഷ്യൻ വേദന കൊണ്ട് വിളിച്ചു പുകഞ്ഞ് ഈ മനുഷ്യൻ യേശുവിനെ വേണ്ടെന്ന് വെക്കുവന്ന അവർ കണ്ടുകൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കഴുത്ത് കണ്ടിച്ച് താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാംസഭാഗം ഒരുമിച്ച് ഒട്ടി വരുന്നവർ കണ്ടു. അവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനാണ്, ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനാണ്. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിപ്പോയി. കൈയടിച്ചൊന്ന് ദൈവത്തിന് ആമീൻ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി നിനക്കെതിരെ ഓങ്ങിയ ചില വാളുകൾ തെറ്റിപ്പോകാൻ പോകയാ. കേൾക്കുന്നവർ കൈയടിച്ച് ആവേശത്തോടെ ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാത്രി കർത്താവിന് നന്ദി പറഞ്ഞേ. ചില കുടുംബങ്ങൾക്കെതിരെ പിശാച് വാങ്ങുന്ന, മന്ത്രവാദി വാങ്ങുന്ന, പൈശാചിക മണ്ഡലങ്ങൾ വാങ്ങുന്ന ചില വാളുകളെ ദൈവം പിണക്കിക്കളയാൻ പോകയാ. കൈയടിച്ച ദൈവത്തിന് ആമീൻ പറയാമോ? ഓപ്പറേഷന് തുന്നിക്കെട്ടുന്നത് പോലെ യോഹന്നാന്റെ ശരീരം തുന്നിക്കെട്ടാൻ വേണ്ടി തുടങ്ങി. ഒറ്റത്തുള്ളി രക്തം പോലെ അവൻ നിലത്തു പൊടിയാതെ ദൈവത്തിന്റെ വാഗ്ദത്തം അവനെ സൂക്ഷിച്ചു. കൈയടിച്ച ദൈവത്തിനൊരു ആമീൻ പറയുവോ സ്നേഹിതരെ? ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങളുള്ള ദൈവത്തിന്റെ മക്കളെ, നിന്റെ വാഗ്ദത്തം നിന്നെ ജീവിപ്പിക്കാൻ പോകയാ.
കൈയടിച്ച ദൈവത്തിനൊരു ആമീൻ പറഞ്ഞോ. ചില വാഗ്ദത്തങ്ങൾ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ചില വാഗ്ദത്തങ്ങൾ ചിലരെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ചില വാഗ്ദത്തങ്ങൾ ചിലരെ അത്ഭുതത്തിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാണ്. ചില വാഗ്ദത്തങ്ങൾ ദൈവപ്രവൃത്തിയാകുകയാണ്. ആ രണ്ട് കരങ്ങളും അടിച്ച് യേശുവിനെ നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി നന്ദി പറഞ്ഞേ. സ്നേഹിതരെ, ക്രൂരനായ ഡൊമിനിഷൻ ചക്രവർത്തി, ഞാൻ ഈ ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ക്രൂരനായ മനുഷ്യൻ, അതിൽ ആ കൂട്ടത്തിൽ നിന്ന് കൂടുന്ന പടയാളികൾ പലരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പല ആളുകളും യേശുവിൻ്റെ മാർഗത്തിലേക്ക് വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മേലൊരു ശക്തി വ്യാപരിച്ചാൽ പലരും യേശുവിലേക്ക് വരാൻ പോകുകയാ. പലരും യേശുവിലേക്ക് വരാൻ പോകുകയാ. ഒരധികാരം വ്യാപരിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമോ? ഒരു ശക്തി വ്യാപരിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമോ? അങ്ങനെയാണെങ്കിൽ പല ആളുകളും യേശുവിലേക്ക് വരുന്ന രാത്രിയായി മാറാൻ പോകുകയാ. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു അധികാരം കൈമാറണേ, ഒരു ശക്തി കൈമാറണേ. അങ്ങയുടെ പൂരവേ, ചില കർത്തൃദാസന്മാരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഈ വെള്ളയിട്ട് ആരാധിക്കുന്ന കർത്തൃദാസനെ ഇന്ന് രാത്രി ദൈവം തൊടുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാളന്വേഷം പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇന്ന് രാത്രി ആദരം തുറന്ന് നാമ ചലിപ്പിച്ച് യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്തിയേ. എനിക്ക് ബാക്കി പ്രസംഗിച്ചില്ലേ സാരമില്ല, ഇതിനകത്ത് ദൈവശക്തി ഇറങ്ങി വരട്ടെ. ആ രണ്ട് കരങ്ങളും അടിച്ച് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണം, എഴുന്നേറ്റ് നിൽക്കുക. തുള്ളിച്ചാടല, തുള്ളിച്ചാട. ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വമുണ്ട്. ഈ രാത്രി ഇതിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ രാത്രി ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാകുന്ന രാത്രിയാണ്. നിന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ എന്റെ ദൈവം നിവർത്തിക്കാൻ പോകുകയാ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മേലൊരു ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വാഗ്ദത്തം നിറവേറി വരാൻ പോകുകയാ. ആ വാഗ്ദത്തത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് പോകുകയാ. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. യേശു എന്നോട് പറയുന്നത്, ഈ പന്തലിനകത്തു ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ പോകുകയാ. ഇതിനകത്തേക്ക് ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാ. ചില വാഗ്ദത്തങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറാൻ പോകുകയാ. എല്ലാ ദൈവമക്കളും ആ കൈകൾ അടിച്ച് അല്പനിമിഷം കണ്ണുകളെ ഒന്നടച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റും. എല്ലാ ആളുകളും യേശുവേ എന്ന് വിളിച്ച നീ തകർന്നു പോകുമെന്ന്, നിന്റെ വീട് ഇല്ലാതായി പോകുമെന്ന് നിന്നോട് പിശാചു പറഞ്ഞ അതേ മേഖലക്കകത്ത് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ആ നാമത്തെ ഒരുമിച്ചൊന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് എല്ലാ തരങ്ങളും തുറക്കട്ടെ, എല്ലാ നാവുകളും ചലിക്കട്ടെ. ഒരധികാരത്തിന് വേണ്ടി പൈശാചിക മണ്ഡലങ്ങളെ ഉടച്ചു കളയാൻ, ഒരധികാരത്തിന് വേണ്ടി അന്ധകാര ശക്തികളെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളുടെ സഭയുടെ അംഗമാണവര്. നമ്മളെ കൂടെ വേറെ ആരുണ്ട്? കേട്ടോ വളരെ നിങ്ങളുടെ കയ്യിരിക്കുന്ന കൊച്ചില്ലേ, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, വാഗ്ദത്തത്തിന് വിരോധമായി എഴുന്നേറ്റ് വന്ന ഒത്തിരി ആയുധങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യാപരിച്ച അതിൻ്റെ നടുവിലായി ഇന്ന് രാത്രി വാഗ്ദത്തം പിടിച്ചോണ്ട് നിൽക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചത്.
ഈ കൂടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനില്ലേ, അദ്ദേഹം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ചു. മോനെ, നിന്നെ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ മേൽ ഒരു വലിയ പകർച്ച ഇന്ന് രാത്രി ദൈവം കൈമാറാൻ പോവുക. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്നു. யாரும் அறியாத മോളെ, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വ്യാമോനെ എന്നോട് കർത്താവ് പറഞ്ഞത്, നീ ഇപ്പൊ എന്നാ ചെയ്യുവാന്നേലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ട. നീ സുവിശേഷ വേല ചെയ്യാൻ പോവാ. ഇതാരാ? ഇവന്റെ അമ്മയാ. ഇനി വാമേ, ഇവന്റെ അപ്പൻ എന്ത് ചെയ്യും? അപ്പാ, ഇവനെ കർത്താവിന് കൊടുത്തേക്കണം. ഇവനെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വർഷം മുമ്പ്? കുഞ്ഞുപ്രായത്തിൽ സമർപ്പിച്ച ഇവനെ. പക്ഷെ ഇപ്പൊ അവൻ ദൈവവേലയല്ല ചെയ്യുന്നേ, ഫിനാൻസി ജോലി ചെയ്യുക. കർത്താവ് എന്നോട് പറയുന്നേ, ഇവൻ ഫിനാൻസ് ജോലി ചെയ്യാനല്ല ദൈവം വിളിച്ചേ, അവൻ ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടിയാ ദൈവം അവനെ വിളിച്ചേ. ഒന്ന് കൈയടിച്ചോ, ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. മക്കളെ, ഇന്ന് രാത്രിയില് ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം നിന്നെ വേർതിരിക്കാൻ പോവാ. നിന്റെ കണ്ണിൽ കൂടെ വരുന്ന കുടുകൂടാ കണ്ണുനീര് അതിന്റെ അടയാളമാണ്. സഭയൊന്ന് ഒരുമിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ. മോനെ, നീ ദൈവവേലയ്ക്ക്, നിന്റെ പേരെന്തുവാ? ജപ പ്രവീൺചാര, അങ്ങനത്തെ ഒരു പേജൊക്കെ ഇട്ടേക്കുന്നേ. പക്ഷേ ദൈവവേലയ്ക്ക് വേണ്ടി ഇന്ന് സമർപ്പിക്കോടാ. ഇന്നൊരു നിയോഗം നിനക്ക് വന്നില്ലേ? എന്തോ ഒരു ശക്തി നിന്നെ തൊടുന്ന പോലെ തോന്നില്ലേ? കർത്താവ് എന്നോട് പറയുന്നേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ കണ്ട അതേ ദൈവം ഇന്ന് രാത്രി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചു വേർതിരിക്കുന്ന രാത്രിയാണ്. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച്. ചില ചെറുപ്പക്കാരെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യുന്ന ഒരാശയതാണ് രാത്രിയായി മാറുക. ആദരം തുറക്കാവുന്ന ആളുകൾ ആദരം തുറന്ന് നാമം ചലിപ്പിച്ച് യേശുവേ എന്ന് വിളിച്ച് ഉരാനക സന്തനേറിയ വൈഡമൻ പ്രവനഘടക സന്തന അൽമവനഘടക ശൈഡമാനകസിയ ആദരം തുറക്കാവുന്ന ആളുകൾ ഇന്ന് രാത്രി ആദരങ്ങൾ തുറന്ന് നാമം ചലിപ്പിച്ച് യേശുവിനെ നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച് ദൈവസാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തെ കൊന്നു വിളിക്കാൻ വ്യാപരിക്കുന്ന ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറാൻ പോകയാ. നീ രക്ഷപ്പെടാതിരിക്കുക, നിന്റെ കുടുംബം രക്ഷപ്പെടാതിരിക്കുക. പ്രാർത്ഥിക്കുന്നവർ ആദരം തുറന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ ആരാധനയോടൊപ്പം അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്ന ആളുകൾ
എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് യേശു എന്നുയിരോടു എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ നീ ഈ സഭയിലുള്ളതാണോ മോനെ? കീബോർഡ് വേണ്ട പ്ലീസ്, 2 സെക്കൻഡ്, എനിക്ക് കേൾക്കത്തില്ല. ഇവിടെ ഉള്ളതാണോ മോളെ? ഞാൻ നിന്നെ കാണുമ്പം യേശു എന്നോട് പറഞ്ഞു, എനിക്ക് പറയാമോ? പറയട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശരീരത്തിലൊരു രോഗമുണ്ട്, അത് ഇന്ന് രാത്രി സൗഖ്യമാകും. ഒത്തിരി സ്ഥലത്ത് കയറി ഇറങ്ങിയതാ. ഇന്ന് രാത്രി യേശുവിൻ്റെ കരം നിങ്ങളുടെ വീട്ടിലേക്ക് വ്യാപരിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് ഈ രാത്രി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് യേശുവിനെ നന്ദി പറഞ്ഞ് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തെ തകർത്തുകളയാൻ വർഷങ്ങൾക്ക് മുൻപ്. മോളെ, നിന്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ? എത്ര വർഷം സ്നേഹിച്ചു? 2 വർഷം. ഭർത്താവ് കുടിക്കുവോ? അദ്ദേഹത്തിൻ്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. നശിക്കാൻ കൊടുത്തേക്കുന്ന കൊടുപ്പ. ഇന്ന് രാത്രി കർത്താവ് ഒരു വിടുതലയക്കാൻ പോവാ. വീട്ടിലേക്ക് ദൈവം ഒന്ന് ഇറങ്ങി വരാൻ പോവാ. വളണ്ടിയേഴ്സ് ആരെങ്കിലും ഈ മോടെ പുറകിലോട്ടൊന്ന് വരണം. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നെങ്കിലോ ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിച്ച ഇവിടെ വീടിനകത്തേക്ക് ഇന്ന് രാത്രി ഒരു ദൈവശക്തി വ്യാപരിച്ചിറങ്ങാൻ പോകയാ. തകർത്തു കളയാൻ വ്യാപരിച്ചതല്ല, ഇന്ന് രാത്രി ഉടയുകയാണ്. കരമടിച്ച ദൈവത്തിന് അല്പനിമിഷം നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ കുടുംബം എന്ന രാത്രി വിടുവിക്കപ്പെടുക. മോളെ, നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ട അല്ല ആണോ? ഇല്ല. നീ സ്നാനപ്പെട്ടോ? ഇല്ല. കാണുവാ ഞാൻ അങ്ങനൊക്കെ. എന്നോട് പരിശുദ്ധാത്മാവ്, നീ യേശുവിന് വേണ്ടി ജീവിക്കുമോ? ജീവിക്കും. ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറാൻ പോവാ. ഞാൻ മോനെ, ഇടക്കിടയ്ക്ക് ഇതിൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. ഞാൻ കാണുന്ന വെളിപ്പാടിങ്ങനെ പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയുന്നത്, നീ ദൈവരാജ്യത്തെ ഉയർത്തിപ്പിടിക്കത്തക്ക പോലെ നിന്റെ അമ്മ മാത്രമല്ല നിന്റെ അച്ഛനും ദൈവസഭ കടന്നു വരാൻ പോകുകയാ. ഇന്ന് രാത്രിത്തെ ആരാധനയിൽ മദ്യപാനത്തെ ദൈവം ഉടച്ചു കളയാൻ പോവാ. ഒന്ന് വിളിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളിനോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഈ അമ്മ ഇന്ന് രാത്രി സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ ആദരം തുറന്ന് നാമ ചലിപ്പിച്ച യേശുവേ എന്ന് വിളിക്കാവുന്നവരെ വിളിച്ച്, ഇത് ജയത്തിന്റെ രാത്രിയാണ്, ഇത് അത്ഭുതത്തിന്റെ രാത്രിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുക. നീ തകർന്നു പോകുമെന്ന്, ഇല്ലാതാകുമെന്ന്, അവസാനിച്ചു പോകുമെന്ന് പിശാചു പറഞ്ഞ അതേ മേഖലയിലെ ഇതിനകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരിക. നിന്റെ കുടുംബത്തെ കൊന്നുമുടിക്കാൻ എഴുന്നേറ്റു വന്ന ദുഷ്ടവ്യാപാരങ്ങൾ. മോളെ, നിന്റെ പേരെന്നോട് പറയാമോ? പ്രമീത. എന്നോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുക, നീ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയൊക്കെ മാറിപ്പോകും. നിന്റെ ജീവിതമൊക്കെ അടിമുടി മാറും. നിന്റെ അമ്മ ഇന്ന് രാത്രി, നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് ഈ വേദന കൊണ്ട് നടക്കുക അല്ലേ? എത്ര നാളായി? നിറയെ നാളായി. പക്ഷെ കർത്താവ് എന്നോട് പറയാ, ഇന്ന് രാത്രി ആ സൗഖ്യം നിങ്ങളുടെ മേൽ പുറപ്പെട്ടു വരാൻ പോവാ.
എന്നാടാ അത്? കൈയടിച്ച ദൈവത്തിനൊരു ആമീൻ പറഞ്ഞേ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് ഒരു സൗഖ്യം നടക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ പോവാ. നിങ്ങളുടെ തവരാളാന്നോ? വെളിയിൽ നിന്ന് വന്ന എവിടുന്ന? ചെങ്കോള എനിക്കറിയത്തില്ല ചേട്ടാ. ഞാൻ ചേട്ടനെ കാണുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ചേട്ടന് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോയാളാ. ഇന്ന് രാത്രി നിങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന ആളുകള് യേശുവേ എന്ന് വിളിച്ച് ആദരമൊന്ന് തുറന്ന് ആ നാമത്തെ ഒന്ന് വിളിച്ച് വിളിക്കാവുന്ന എല്ലാരും കൂടെ ചേർന്ന് ആ നാമത്തെ ഒന്ന് വിളിച്ച് ചേട്ടന്റെ പേരെന്തുവാ? ജോഷുവ. എത്ര വർഷമായി സ്ട്രോക്ക് വന്നിട്ടാ? 3 വർഷമായി. അന്ന് ചത്തുപോണ്ടിയായിരുന്നു. ദൈവം കൂടെ വേറെ ആര് വന്നിട്ടുണ്ട്? ചേട്ടന്റെ കൂടെ ആരുണ്ട്? ഈ ചേട്ടന്റെ ഭാര്യ ആരായി? ജോഷുവ ചേട്ടന്റെ ഭാര്യ ആരാ? ഓടിവാമേ. അന്ന് ഒരുപാട് നീ വിതുമ്പി കരഞ്ഞ, അന്ന് നീ ദൈവത്തോട് പറഞ്ഞ, തമ്പുരാനെ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ദൈവത്തോട് പറഞ്ഞ, ഒന്ന് കയറി നിന്നോ. ഇന്ന് രാത്രി ഈ വീട്ടിലേക്ക് ഒരു സൗഖ്യം ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് ജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. അമ്മേ, ഇന്ന് രാവിലെ അമ്മ വിശ്വാസത്തോടെ ഇവിടെ വന്നേ. ഈ രാത്രി ഈ ചേട്ടനെ സൗഖ്യമാക്കുക. അന്ന് ചത്തുപോകുന്ന ഡോക്ടർമാര് പറഞ്ഞ, ഞാനിവിടെ നീ മോളോട് ദൂത് പറയുമ്പോൾ നിങ്ങളെ കണ്ടപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഈ ചേട്ടനെ വിളിക്കണം, സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാ. ഇന്ന് രാത്രി നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ കരത്തിന് ശക്തിയുണ്ട്. ഈ രാത്രി കൈ ചലിക്കാൻ പോവാ, ചലിക്കാൻ പോവാ. ഇതിനകത്തേക്ക് ഇറങ്ങി വന്ന യേശുവിന്റെ അത്ഭുതങ്ങളെ സഭ ഒരുമിച്ച്, പാറശാല ഒരുമിച്ച് ഇത്ര വലിയ സ്നേഹ, ഇത്ര വലിയ സ്നേഹ. ഓ യേശുവിന്റെ സ്നേഹം ഉയിർ കൊടുത്തേരിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കായി, മന്നവ വന്നിപ്പം എഴുതല എനിക്ക്. അതിനുവേണ്ടിയാ നിങ്ങളെ ആയുസ്സോടെ ദൈവം ഇരുത്തിയേക്കുന്നേ. നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഒരു പകയുണ്ട്. സത്യം തന്നെ സത്യം. ഇന്ന് രാത്രി ഞാൻ കാണുന്ന വെളിപ്പാട്, തമ്പുരാൻ ആ പക ഉടച്ചു കളയാൻ പോവാ. അവർ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഇവരെ വിധവയാക്കി കളയുമെന്ന് പറഞ്ഞ സത്യ. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നത്, ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ. നിങ്ങൾക്കെതിരെ ആയുധമുണ്ടാക്കിയ അതേ സ്ഥലത്തേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാ ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് നാമത്തെ ഒരുമിച്ചൊന്ന് ഉയർത്തിയ അഭിഷേകമുള്ള ദൈവമക്കൾ ഒരുമിച്ച്
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ദൂത് പറയാനുള്ളത്, നിന്നെ നിന്റെ കുടുംബത്തെ വോളണ്ടിയേഴ്സ്, അഭിഷേകമുള്ള വോളണ്ടിയേഴ്സ് പിടിച്ചോണമേ. ഈ ചാച്ചിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. നിന്റെ വീട്ടിലേക്ക് ഈ സഭ ഒരുമിച്ച് യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു. ഈ രാത്രി സൗഖ്യമായി. ചേട്ടാ, ഈ കൈക്ക് ആരോഗ്യം തരാൻ പോവാ. ഇടത്തെ കാലും ഇടത്തെ കൈ അന്ന് പോയതാ, അന്ന് പോയതാ. ട്രീറ്റ്മെന്റിലാണ്. ഇന്ന് തിരിച്ചു വരാൻ പോവാ. യേശു സൗഖ്യമാക്കാൻ പോവാ. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഇനി യേശുവിന് വേണ്ടി ജീവിച്ചോളാം. കൈ അടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞോ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കൂടെ ഉള്ള വല്ലതും ഉണ്ടോ? അല്ല, പക്ഷെ നിന്റെ കൂടെ വേറെ വല്ലതും ഉണ്ടോ? ആരുണ്ട്? ആദ്യം ദൂത് പറഞ്ഞേ അതാരാ? അദ്ദേഹത്തിന്റെ എന്നാ കൃത്യമാ ദൈവത്തിന്റെ. എടാ മക്കളെ, നീ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട ആളാ. യേശുവിന് നീ ഒരു മാസ്ക് ഒക്കെ ഇട്ടാന്ന് വന്നേ. നിന്നെ ആരും കാണാതിരിക്കാനാ വന്നേ. പക്ഷെ യേശു നിന്നെ ഇപ്പൊ കാണുക. ഒന്ന് കൈയടിച്ച് സഭയൊന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ. എല്ലാ ആളുകളും കൂടെ ചേർന്ന് ആ രണ്ട് കരങ്ങളും അടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് മോനെ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ഞാൻ ശരിക്കും നിന്നെ വിളിക്കുമ്പോ എൻ്റെ കൺമുമ്പ് ഞാനൊരു കാഴ്ച കണ്ട കാഴ്ച ഇങ്ങനെ, അതിൻ്റെ ഒരു പകുതിക്കാരിയാണ് നിന്റെ ചെവി ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരത്ഭുതം നടക്കും. നിന്റെ വീട്ടിൽ ഒരാളെ ദൈവം തൊടും. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, നീ ദൈവത്തിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാക്കിയ ദൈവം നിന്നെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാത്രി ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ഒന്ന് ഉയർത്തി. മോനെ കുഞ്ഞെ, നിന്റെ പേരെന്ന് പറഞ്ഞ എന്നോട്. ജിനോ, ബൈബിൾ കോളേജ് പഠിച്ചോ? എത്ര നാള്? 3 വർഷം. ദൈവം നിന്നോട് ഇടപെട്ടിട്ട് ഇറങ്ങിയതാ. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കളയാൻ കിണഞ്ഞു പരിശ്രമിച്ചൊരു 4ാം വേദക്കാരുണ്ട്. അന്ന് നിന്റെ അമ്മ ദൈവത്തോടൊരു കരച്ചിൽ കഴിഞ്ഞു. ആ കരച്ചിലിന്റെ ഫലമാ നിന്റെ അപ്പനും നീയും ആയുസോടെ ഇരിക്കുന്ന മക്കളെ ആയുസിനെ എടുത്തു കളയാൻ വെല്ലുവിളിച്ച വെല്ലുവിളിയാ. എന്നോ ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ഉറച്ചൊരാമീൻ പറഞ്ഞ് ദൈവം ഇന്ന് രാത്രി അവനെ ശക്തിയോടെ അഭിഷേകം ചെയ്യുന്ന ഒരസാധാരണ രാത്രിയാകുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാത്രി ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഹസ്തഗാനിയ ഈ ബ്രദറിനെ വിളിക്കണം. നിങ്ങളുടെ ആളാണോ? അല്ല, ബാ ബ്രദർ. ഈ ജിം നിങ്ങൾ ബാ. ഇവിടെ കൂടെ ആരാ ഉള്ളേ? ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നേ. എടാ, എന്തുവാ ചെയ്യുന്നേ? എന്നാ തിരിച്ചു പോന്നേ? എടേ, ഒരു കാര്യത്തിന് സങ്കടപ്പെട്ടുകൊണ്ടാ വന്ന് കയറിയേ, അല്ലയോ? ഇന്ന് രാത്രി തമ്പുരാൻ ഒരു പരിഹാരം നിന്റെ വീട്ടിൽ തരാൻ പോവാ. മോനെ, നീ പട്ടാളം വരെ എത്തിയത് എങ്ങനെയാണെന്നറിയോ? കണ്ണുനീരിന്റെ പ്രാർത്ഥന കൊണ്ടാ. ആണോടാ? ദൈവം നിന്നെ കൊണ്ടുവന്ന നിന്റെ അമ്മ എന്തേ എത്ര നാളായി? ഒന്നല്ലടാ, 1 കൂടുതൽ മരണം കയറി വന്നു നിന്റെ വീട്ടിൽ, അല്ലയോ?
3 പേരുടെ പേരാ നിന്റെ വീട്ടിൽ എഴുതി വെച്ച്, നിന്റെ അമ്മ ഉൾപ്പെടെ. പക്ഷെ തമ്പുരാൻ നിന്നെ ആയുസ്സോടെ കരുതി. അത് ഈ അമ്മ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചേ? എന്നാ പറ്റിയ? മരിക്കേണ്ടിട്ട് പോയതല്ല. ആണോ മക്കളെ? അല്ല. എടാ, നിനക്ക് ദൈവത്തെ വിശ്വാസമില്ലയോ? ഉണ്ട്. അതുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഒരു ചെറിയ കാര്യം നിന്നോട് കാതിൽ പറയാം. ഇവന് ദേഷ്യം എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യ അല്ലയോ? എടാ, ഇവിടെ പാവല്ലയോ? ആന്നോ? എത്ര പിള്ളേരാ? മോനെ, ഒരു കാര്യം നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ. ഞാൻ നിന്നെ അവിടെ നിന്ന് നീ കൈയടിച്ച് ആരാധിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ നിന്റെ അമ്മയാ കാണുന്നേ. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയെ കൊണ്ടുപോകാൻ ഒരു മരണദൂതൻ വന്ന് നിന്റെ വീടിൻ്റെ മുമ്പിൽ ഒരു 3 മരണം എഴുതി കെട്ടി വെച്ചേക്കുക. കർത്താവ് എന്നോട് പറയുന്നത്, ഇന്ന് രാത്രിയിലത്തെ ആരാധനയിൽ ആ മരണം ക്യാൻസൽ ആകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച്. ഈ ചെറുപ്പക്കാരന്റെ 23-ാമത്തെ വയസ്സിൽ ഒരപകടം അവന്റെ അമ്മയെ കവർന്നെടുത്തോണ്ട് പോയതാ. പിശാച് വിചാരിച്ചതല്ലാത്തെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൊണ്ടുപോകുന്ന ഈ രാത്രി യേശു എന്നോട് പറയുന്നത്, മരണത്തിന്റെ ദൂതന്മാരെ വെട്ടി വീട്ടിക്കളയാൻ കൈയടിച്ച യേശുവിന് ഇന്ന് രാത്രി ഒരു മഹത്വം കൊടുത്ത് മോനെ, നീ അവിടെ വീട് വെച്ചായിരുന്നു? വീട് വെച്ചോ? എത്ര നാളായി? ഈ വീട് വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല. മൈക്ക് കൊടുക്ക് പാസ്റ്റർ. ഇല്ല, സത്യ ഞാൻ പറയുന്നത്. അമ്മയുടെ കാര്യവും സത്യ. അമ്മ ശരിക്കും മരിക്കേണ്ടിട്ട് പോയതല്ല. ആണോ? നിനക്കറിയാമോ? അതൊക്കെ അറിയില്ല, ഓർമ്മയില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. മക്കളെ, അന്ന് അമ്മയും കൊണ്ടുപോയതാ. ഇന്ന് എന്നെ കൊണ്ടുപോയതുപോലെ നിന്റെ അമ്മയെ കൊണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറയാ, ആ ശക്തി നിന്റെ വീട്ടിൽ. നിന്റെ വീട് എവിടാ? അറിയത്തില്ല. നീ എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അയച്ചു കൊടുക്ക. ഇല്ല. ഇതൊന്നും എന്നെ പറഞ്ഞു പറയിപ്പിച്ച് പറയുന്നല്ലോ. അല്ല. കൈയടിച്ച യേശുവെ എന്ന് വിളിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇന്ന് രാത്രി ഒന്ന് കൈയടിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആ നാമത്തെ ഒന്ന് ഉയർത്താമെങ്കിൽ ഈ ചെറുപ്പക്കാരൊരു അഭിഷക്തനായി മാറാൻ പോവാ. ഇവിടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി പാഞ്ഞിറങ്ങാൻ പോവാ. അറിയുന്നവർ യേശുവേ എന്ന് വിളിച്ച് ഈ രാത്രി ഒരുമിച്ച് ചേർന്ന് നീ തകരുമെന്ന് പറഞ്ഞ അതേ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരിക. സഭ ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ചേർന്ന് എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഹസ്തമാനി അമ്പൽ പ്രഭന ഘടക ശബ്ദന മുണ്ട് മുണ്ടുടുത്ത ബ്രദർ ബയോ മുണ്ട് നിങ്ങളുടെ സഭയിലാണോ? ചേട്ടാ, താമസിക്കുന്ന വീടിനോട് ബന്ധപ്പെട്ട ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ഞാൻ ഇന്ന് രാത്രി നിങ്ങള് കൂടാൻ വന്നിട്ടുണ്ടോ? ആരാ? അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചേ. മക്കളെത്ര പേരെ ഏട്ടാ? ചേച്ചിയെ, ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലയോ? ഇങ്ങോട്ട് വാ. ഇന്ന് രാത്രി യേശു എന്നോട് പറയാ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ഒരു വിടുതൽ വ്യാപരിക്കാൻ പോവാ. നീ ഏറിയ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ മുൻപിൽ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ രാത്രി ആ നാമത്തെ ഒന്ന് വിളിക്കാമെങ്കിൽ ഇന്ന് രാത്രിയാണ്.
ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ യേശുവേ. ചേച്ചി, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ കാര്യാന്നറിയാം? അരുണിന്റെ കാര്യ. യേശു എന്നോട്, ചേച്ചി അവിടുന്ന് കയറി വന്നപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, മൂത്ത തലമുറ 2 വർഷമായിട്ട് പിന്മാറ്റത്തില. ഇന്ന് രാത്രി തമ്പുരാൻ അവനെ തൊടാൻ പോവാ. അവന് അനാകരണമായിട്ടൊരു ദേഷ്യമുണ്ട്. അല്ലയോ? മൈക്കോട് പാസ്റ്ററേ, അല്ലേ? ഈ പറഞ്ഞ സത്യ. 2 വർഷമായിട്ട് പിന്മാറ്റത്തില. സത്യം. അതിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി യേശു അരുണെ തൊടാൻ പോവാ. അവന്റെ മേൽ വ്യാപരിക്കുന്ന ദേശത്തിന്റെ സ്പിരിറ്റിനെ, ആ കുടുംബത്തിനകത്ത് അസമാധാനം ഉണ്ടാക്കുന്ന ദുഷ്ടശക്തികളെ എന്റെ ദൈവം ഇന്ന് രാത്രി തൊടാൻ പോവാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി ആദരം തുറന്ന് നാവ് ചലിപ്പിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടോണ്ടിരിക്കുക. ഈ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുന്ന പോലെ വാളന്റേഴ്സ് എല്ലാം ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ചേർന്ന് പാടിയേ. യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമേ, കൃപയാലേ ഉളവായ ദാനമല്ലോ. കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമേ, കൃപയാലേ ഉളവായ ദാനമല്ലോ. ചലിക്കുന്ന ദൈവ സാന്നിധ്യം. ഞാന് അവനിപ്പോ എന്നാ പഠിക്കുന്ന അരുണ? പോന്നില്ലേ ക്ലാസ്സിന് പോകുന്നില്ലേ? ഇന്ന് രാത്രി അവന്റെ ജീവിതം അടിമുടി മാറും. നിങ്ങൾ അവനെ ഓർത്ത് കരയാത്ത ഒറ്റ രാത്രിയില്ല, ഈ അപ്പൻ ഉൾപ്പെടെ. സത്യല്ലേ? എന്നോട് കർത്താവ് പറയുക, അവൻ എവിടെ ഇരിക്കുന്നോ. നിങ്ങൾ എവിടാ? നിങ്ങളുടെ വീട് ഇവിടെ അടുത്താ. നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലോ അല്ലേ? ഇല്ല. ഒരാമയും പറഞ്ഞോ. നിങ്ങളെല്ലാം കൂടെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബം അറിയാവുന്ന ഒരാള് ഈ യോഗത്തിനകത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീട് അവനറിയാം, നിങ്ങളുടെ ചരിത്രം അവനറിയാം, നാളെ നിങ്ങൾ എന്താകുമെന്ന് ദൈവത്തിനറിയാം. എന്നോട് കർത്താവ് പറയുന്നത്, ആ ചെറുപ്പക്കാരനെ ദൈവം ഇന്ന് രാത്രി തൊട്ട ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അവനെ ആട്ടിമൂടി മാറ്റുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് സഭ യേശുവേ എന്ന് വിളിച്ച എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. എന്റെ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. എന്റെ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ.
യേശുവേ നീ പറഞ്ഞ ഒരു വാക്ക് മതി, ഒരു വാക്കുമതി, ചേർന്ന് പാടാൻ പറ്റുമോ? എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. സാന്നിധ്യം ഒരു ചലിക്കുന്ന വാക്കുമതി, ഈ രാത്രി ആത്മാവിൽ പാടാൻ പറ്റുന്നവർ ഒരുമിച്ച് രാത്രി പാടിക്കോ. ഈ ഗ്രൗണ്ടിലേക്ക് ദൈവശക്തി വ്യാപരിക്കുക. എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ദയവായി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും ഒരു മിനിറ്റത്തേക്ക്, കാലുകൾക്ക് ആരോഗ്യമുള്ള എല്ലാ ദൈവമക്കളും ഒരു മിനിറ്റത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം പ്ലീസ്. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന, ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്ലീസ്. ഇതിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇതിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ കൃപയുണ്ട്. എല്ലാ കണ്ണും ഒന്ന് അടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകളൊന്ന് അടച്ച. ഇന്ന് രാത്രി ഞാൻ രോഗിയായിട്ടാ വന്നേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർ ആ കൈയൊന്ന് പൊക്കി പിടിച്ച്, ഞാൻ രോഗിയായിട്ടാ വന്നേ, എനിക്കൊരു സൗഖ്യമുണ്ടാകണം എന്ന് പറയുന്നവർ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ ആ കരമം താഴ്ത്തിയിട്ടേ. തലമുറകളില്ലാത്ത പ്രിയപ്പെട്ടവർ, മക്കളില്ല, വിവാഹം കഴിച്ചിട്ട് മക്കളില്ല, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. തലമുറകൾ ഇല്ലാത്ത പ്രിയപ്പെട്ട, വിവാഹം കഴിച്ച് മക്കളില്ലാത്ത ആരെങ്കിലും ഈ യോഗത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെ ഒന്ന് രണ്ടാളുകളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആ കരങ്ങളും താഴ്ത്തിയിട്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ച. എല്ലാ ദൈവമക്കളും ആ കണ്ണുകളെ ഒന്ന് അടച്ചേ. സ്നേഹിതരെ, ഇന്നലെ ഞാൻ സ്നാനത്തിന് ഓർഡർ കോൾ വിളിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഏകദേശം 9 ആളുകൾ യേശുവിനെ ജലസ്നാനത്തിൽ സ്വീകരിക്കാൻ മനസ്സ് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ഓർഡർ കോൾ വിളിക്കുന്നില്ല. ഈ രാത്രി നാം കേട്ടത്, എല്ലാ വാതിലും അടയുമ്പോൾ നിനക്ക് വേണ്ടി ഉയരത്തിലൊരു വാതിൽ തുറക്കാൻ പോകുകയാ. ആരൊക്കെ അടച്ചു വെച്ചാലും ഇന്ന് രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വാതിൽ തുറക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന് കൈയടിച്ച് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത്. അതിനു മുമ്പ് ഒരു വാക്ക് ഞാൻ പറയാം. കർത്തൃദാസനെ, ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞു. നിങ്ങൾ കാണിച്ച എല്ലാ ആതിഥ്യ മര്യാദയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ സ്ഥലം, സഭയെ, ഈ കർത്തൃദാസന്മാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ദൈവം നന്മ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ 2 കരങ്ങളും അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.